ശ്രീമദ് ഭാഗവതം ക്ലാസ് 272. ഇന്ന് സ്കന്ധം 10 രണ്ടാം ഭാഗത്തിലെ 70-ാമത്തെ അധ്യായമാണ് നോക്കുന്നത്. ഇത് ഭഗവാന്റെ നിത്യകർമ്മങ്ങളാണ്. ഭഗവാന്റെ നിത്യകർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാ ജനങ്ങളും ഈ മാതൃക സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകണം. ജനങ്ങൾ മാത്രമല്ല, പ്രധാനമായിട്ട് ഭരണാധികാരികൾ എങ്ങനെയാണ് രാജ്യത്തെ ഭരിക്കേണ്ടത് എന്നീ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ ഭഗവാന്റെ രാജ്യത്ത്, അതായത് കൊളോണിയലിസത്തിന് ശേഷം ലോകത്തിൻ്റെ ഒരു ഭാഗത്ത് എങ്ങനെയാണ് രാജഭരണം, അവിടെ ഭരണം ഭരിക്കുന്ന രാജാവ് എന്നതിന് ഭരണാധികാരി, ആ വ്യവസ്ഥിതി എങ്ങനെയാണ് മുന്നോട്ടേക്ക് പോകുന്നത് എന്നാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. പക്ഷേ ഇത് കഴിഞ്ഞതിൻ്റെ തുടക്കമാണ്. ഇപ്പോൾ ഒന്നിൽ ശ്രീ സുഗൻ പറയുകയാണ്, ഭർത്താക്കന്മാരാൽ കണ്ടാലിംഗനം ചെയ്യപ്പെട്ട് ശയിച്ചിരുന്ന യാദവ സ്ത്രീകൾ, കഴിഞ്ഞതിലെ എല്ലാവരും ശ്രീകൃഷ്ണൻ തന്നെയാണ്. ഭാര്യമാര് ശ്രീദേവിയും, അതായത് ബ്രഹ്മശ്രീ നാരദൻ എല്ലാവരിലും കൃഷ്ണനെയാണ് ദർശിച്ചിരുന്നത്. ആ തരത്തിലാണ് സത്യവും. പക്ഷേ മായ കൊണ്ട് നമുക്കത് മനസ്സിലാകുന്നില്ല എന്നേ ഉള്ളൂ. യഥാർത്ഥത്തിൽ കൃഷ്ണൻ, ആ ശക്തി തന്നെയാണ് എല്ലാമായി മാറിയിരിക്കുന്നത്. അപ്പോൾ എല്ലാം കൃഷ്ണന്മാർ തന്നെയാണ്. അതുകൊണ്ടാണ് ഭർത്താക്കന്മാർ കണ്ടാലിംഗനം ചെയ്യപ്പെട്ട് ശയിച്ചിരുന്ന യദുകുല സ്ത്രീകൾ. പക്ഷേ ഇപ്പോൾ യദുകുലത്തിലെ കാര്യമാണ് പറയാൻ പോകുന്നത്, അല്ല ഇപ്പുറത്തെ ലോകത്തെ അല്ല. അപ്പം ഭർത്താക്കന്മാർ എന്ന് പറഞ്ഞിട്ട് പിന്നെയും പറയുന്നുണ്ട്, ഭഗവാന്റെ മൂർത്തി ഭേദങ്ങളായിട്ട് എല്ലാ വീട്ടിലും ഭഗവാൻ പല ഭേദങ്ങളായിട്ട് വന്ന് നിൽക്കുകയാണ്. എന്നിട്ടോ യദുകുല സ്ത്രീകൾ എന്ന് പറയുമ്പോൾ ഭഗവാന്റെ ഭാര്യമാർ, എല്ലാ വീട്ടിലുമുള്ള ഭഗവാന്റെ ഭാര്യമാർ, അതായത് ഭർത്താക്കന്മാരും ഭാര്യമാരും എന്ന അർത്ഥത്തിൽ ആണ് ഇവിടെ പറഞ്ഞുകൊണ്ട് വരുന്നത്. പക്ഷെ എല്ലാത്തിനെയും യഥാർത്ഥത്തിൽ സത്യം എന്താണ്? ഇതെല്ലാം മായ കൊണ്ട് വ്യത്യസ്തമായി തോന്നുകയാണ്. എല്ലാം ബ്രഹ്മവും അത് ശ്രീഹരിയായിട്ടും മഹാദേവിയായിട്ടെല്ലാം തിരിഞ്ഞു. അങ്ങനെ ശയിച്ചുകൊണ്ടിരുന്ന അവര് രാത്രി കഴിഞ്ഞ ശേഷം വിയോഗദുഃഖിതകളായിട്ട്, രാത്രി കഴിഞ്ഞപ്പോൾ ഇപ്പം എണീച്ച് പോകണമല്ലോ, അപ്പം ദുഃഖം ഉണ്ടായി. വിയോഗദുഃഖിതകളായി എന്തു ചെയ്തു? കൂവുന്ന പൂങ്കോഴിയെ പഴിച്ചു. കോഴി അവിടെ ഇരുന്ന് കോഴി വിളിക്കുന്നുണ്ട്, എണീക്കുന്നു. അപ്പോൾ ആ കോഴികളെയാണ് കുറ്റം പറഞ്ഞത്. അത് എണീക്കാൻ താല്പര്യമില്ല. അപ്പോൾ എണീച്ച് വരാനുള്ള മടി, അതെ എല്ലാവർക്കുള്ള മടി തന്നെയാണ്. രാവിലെ എണീക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം ഇത് വേറൊരു രൂപത്തിൽ പറഞ്ഞതായിട്ട് കണ്ടാൽ മതി. മന്ദാര പൂങ്കാവിലെ കാറ്റുകളാലാണ്. അപ്പം കാറ്റ് ജനലൂട്ടി ഇങ്ങനെ രാവിലത്തെ കാറ്റിങ്ങനെ അടിക്കും. വണ്ടുകൾ ശ്രുതി എങ്ങനെ പാടാൻ തുടങ്ങും. ഉറക്കം വിട്ട പറവുകളെല്ലാം ഗായകരായിട്ട് പറവുകളെല്ലാം ഇങ്ങനെ ശബ്ദിച്ചുകൊണ്ട് രാവിലത്തെ ആ ഒരു അന്തരീക്ഷ വർണ്ണനയാണ്. ശ്രീകൃഷ്ണനെ ഉണർത്തിക്കൊണ്ട് കളകൂജനം ചെയ്തു. കൃഷ്ണനെ ഉണർത്തി എന്ന് പറയാണ്, പക്ഷികളെല്ലാം ചലിച്ചുകൊണ്ട്. എന്നിട്ട് ഇനി കൃഷ്ണന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഇതുവരെ പൊതുവെ എല്ലാ പുരുഷന്മാരെയും സ്ത്രീകളുടെയും കാര്യം പറഞ്ഞെങ്കിൽ എവിടത്തെ യദുവംശത്തിൽ ഇപ്പുറത്തല്ലേ. എന്നിട്ട് ഭഗവാന്റെ വക്ഷസ്ഥാനത്തെ പറ്റിയിരുന്ന രുക്മിണി ദേവി, ഇനി കൃഷ്ണൻ. അപ്പം കൃഷ്ണനെ ഈ സമയത്ത് ഏത് വേണം? യദുവംശത്തിൻ്റെ രാജാവായിട്ട് കണ്ടുകൊള്ളണം. ഇനി ആ നിലയിൽ രാജാവിൻ്റെ ധർമ്മങ്ങൾ പറയാൻ പോവുകയാണ്. ഭഗവാന്റെ വക്ഷസ്ഥാനത്തെ പറ്റിയിരുന്ന രുക്മിണി ദേവി ആ മുഹൂർത്തം അതിശോഭനമെങ്കിലും, നല്ലൊരു ആണെങ്കിലും ആശ്ലേഷത്തിൻ്റെ വിശ്ലേഷം നിമിത്തം
കെട്ടിപ്പിടിച്ചാണ് കിടക്കുന്നത്. അതിനുള്ള വിശ്ലേഷണം നിമിത്തം പുറത്തില്ല. 4 ആ ശ്രീകൃഷ്ണൻ ബ്രഹ്മമുഹൂർത്തമായ അരയാമം മുൻപ് എഴുന്നേറ്റിട്ട് വെള്ളത്തിൽ എന്ത് ചെയ്ത് കയ്യും കാലും മുഖവും എല്ലാം കഴിഞ്ഞിട്ട് വെള്ളം ആചനം ചെയ്തിട്ട് തെളിവുള്ള അന്ധകരണത്തോടുകൂടി മനസ്സിനെ ശുദ്ധമാക്കിയിട്ട്, അപ്പം ഇതെല്ലാവർക്കും ബാധകമാണ്. എന്ത് വേണം? മനസ്സിനെ ശുദ്ധമാക്കി മായയിൽ നിന്ന് അതീതനായി വർത്തിക്കുന്ന ആത്മസ്വരൂപത്തെ ധ്യാനം ചെയ്തു. അപ്പം എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മൾ എന്താ ചിന്തിച്ചിട്ട് എണീക്കണം? നമ്മളല്ല, വ്യക്തി എന്ന നിലയിലല്ല, നമ്മൾ ആ ശ്രീഹരിയുടെ അല്ലെങ്കിൽ ആ ബ്രഹ്മത്തിൻ്റെ അംശമാണ്. ആ ബ്രഹ്മം തന്നെയാണ് നമ്മളാണ് എന്ന നിലയിൽ കൃഷ്ണൻ ചിന്തിക്കുകയാണ്. കൃഷ്ണനെ ഇപ്പോൾ ഏത് നിലയിലാണുള്ളത്? സാധാരണ ഒരു മനുഷ്യൻ്റെ രൂപത്തിലാണ് ഇവിടെ കഥയിൽ വർണ്ണിക്കുന്നത്. അപ്പോൾ ആ കൃഷ്ണൻ തന്നെ ആദ്യം ചിന്തിക്കുന്നത് എന്താണ്? ഞാൻ ശ്രീഹരിയാണ്, അല്ലെങ്കിൽ ഞാൻ ആത്മസ്വരൂപമാണ്. അത് ധ്യാനിച്ചു. ഇപ്പം എല്ലാവരും രാവിലെ എണീക്കുമ്പോൾ ഞാനെന്ന ചിന്ത വിത്തുകൊണ്ട് നമ്മൾ ആ ശക്തിക്ക് വേണ്ടിയാണ് ജനിപ്പിക്കപ്പെട്ടിരിക്കുന്നത്, അതിൻ്റെ കർമ്മം ചെയ്യാൻ വേണ്ടിയാണ് എന്ന ചിന്തയോടുകൂടി വേണം എഴുന്നേൽക്കാൻ. പ്രത്യേകിച്ച് രാജാക്കന്മാർ. അപ്പം ജീവിതത്തിൽ എന്തുണ്ട്? ധർമ്മം, അർത്ഥം, കാമം എല്ലാം ഉണ്ട്. അപ്പം കാമമാണ് രാത്രി പറഞ്ഞു വിട്ടത്, അതുകൊണ്ട് അതും ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ്. അതിൻ്റെ വർണ്ണനകൾ നടത്തിക്കഴിഞ്ഞു. ഇനിയോ 5 പറയുകയാണ്, അഖണ്ഡമായ സ്വയം പ്രകാശിക്കുന്ന ഉപാധിരഹിതമായ, ആരെപ്പറ്റിയാണ് പറയുന്നത്? ആ ബ്രഹ്മത്തെയാണ് ധ്യാനിക്കുന്നത്. അഖണ്ഡമായി സ്വയം പ്രകാശിക്കുന്ന, ഈ ബ്രഹ്മാണ്ഡമായിട്ട് പ്രകാശിക്കുന്ന അതിനൊരു ഉപാധിയും ഇല്ല. അവിദ്യയെ തടയുന്ന, അവിദ്യയെ ഇല്ലാതാക്കുന്ന, പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി, ലയം, പരിപാലനം ഇതിനെല്ലാം കാരണമായ, അതിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായത്, സംരക്ഷിക്കുകയെല്ലാം ചെയ്യുന്നത്. രജോ തമോ സത്വഗുണങ്ങളാൽ പ്രകാശിച്ച ആ ഗുണങ്ങളുടെയാണ് ആ നിർഗുണമായ ബ്രഹ്മം. ഈ ഗുണങ്ങളിലൂടെയാണ് ഇങ്ങനെ വ്യത്യസ്തമായിട്ട് കാണുന്നത്. അത് ആനന്ദാത്മകമാണ്. ബ്രഹ്മമെന്നിൽ പേരിൽ അറിയപ്പെടുന്ന ആ സ്വരൂപത്തെ ധ്യാനിച്ചു. അപ്പോൾ അദ്ദേഹം ആരെയാണ് ധ്യാനിച്ചത്? കൃഷ്ണ എന്നതിൽ നിന്നും വിട്ട് ആ നിർഗുണമായ ആ ബ്രഹ്മത്തെ, ഈ പ്രപഞ്ചമായി മാറിയ, താനായി മാറിയ, എല്ലാമായി മാറിയ ആ ബ്രഹ്മത്തെ ധ്യാനിച്ചു കൊണ്ടാണ് കർമ്മം തുടങ്ങുന്നത്. കാരണം അതിനു വേണ്ടിയാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്, അതിനു വേണ്ടി കർമ്മം ചെയ്യുക. അല്ലാതെ ഞാൻ എനിക്ക് എന്ന ചിന്ത വെച്ച് എഴുന്നേൽക്കരുത്. പ്രത്യേകിച്ച് രാജാക്കന്മാർ. ഇനി 6 അനന്തരം സ്നാനം ചെയ്ത് പോയി കുളിയെല്ലാം കഴിഞ്ഞ് വസ്ത്രങ്ങൾ മാറ്റി ധരിച്ച് സന്ധ്യാവന്ദനം മുതലായവ വിധി അനുസരിച്ച് ചെയ്ത് രാവിലെ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് അഗ്നിഹോത്രം ചെയ്യുവാൻ വേണ്ടിയിട്ട് മൗനിയായി ഗായത്രി ജപിച്ചു. ഗായത്രി മന്ത്രം എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ളവർക്കുള്ള, ഭൂമിയും നമ്മുടെ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ജീവിത രീതികളെല്ലാം അടങ്ങിയ കാര്യമാണ് ഗായത്രി മന്ത്രം. അപ്പം അതായത് ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് ദൈനംദിന പ്രവൃത്തികളിലേക്ക് കടക്കുവാൻ പോവുകയാണ്. പിന്നെ ഉദിച്ചുയരുന്ന 7, 8, 9 ഉദിച്ചിരുന്ന സൂര്യനെ ഉപസ്ഥാനം ചെയ്ത്, സൂര്യനാണ് നമ്മുടെ എല്ലാ യജ്ഞങ്ങളെയും നമ്മളെ പ്രേരിപ്പിച്ച് മുന്നോട്ടേക്ക് നയിക്കുന്നത്. സൂര്യൻ നമ്മുടെ നാഡികളിലൂടെ നമ്മളെ കർമ്മത്തിന് പ്രേരിപ്പിക്കുകയാണ്. സൂര്യനാണ് നമ്മളിൽ ഞാനെന്ന ചിന്ത ഉണ്ടാക്കിയെടുക്കുന്നത്. ഗാഠനിദ്രയിലാണെങ്കിൽ ഞാനില്ല, പക്ഷേ കർമ്മം ചെയ്യുമ്പോഴാണ് ഞാനെന്ന ചിന്ത വരുന്നത്. കർമ്മമെല്ലാം സൂര്യനായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. തൻ്റെ തന്നെ അംശഭൂതമായ ദേവന്മാരെയും, അപ്പോൾ ആദ്യം
ആ ബ്രഹ്മത്തെ ധ്യാനിച്ചു. പിന്നെ തൻ്റെ തന്നെ അംശമായ ആരെല്ലാം ദേവന്മാരെ, എല്ലാ പ്രപഞ്ച വസ്തുക്കളെയും 33 കോടി വസ്തുക്കളെയും ഋഷികളെയും, കാരണം ഋഷികളിലൂടെയാണ് ജ്ഞാനം കൈമാറി വരുന്നത്. മനുഷ്യൻ മനുഷ്യനാകുന്നത് എപ്പോഴാണ്? ജ്ഞാനം തികയുമ്പോഴാണ്, അറിവുണ്ടാകുമ്പോഴാണ്, പ്രപഞ്ചത്തെപ്പറ്റി മനസ്സിലാക്കുമ്പോഴാണ്. അറിവില്ലാത്തവൻ മൃഗത്തിന് സമാനമാണ്. അപ്പോൾ ഋഷികളെയും പിതൃക്കളെ എന്തുകൊണ്ട്? പിതൃക്കൾ കണ്ടെത്തിയതിൻ്റെ തുടർച്ചയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മളിന്ന് പഠിച്ച് പ്രയോഗിക്കുന്നതെല്ലാം ഇതിനു മുമ്പിലുള്ള ആൾക്കാർ കണ്ടെത്തിയതിൻ്റെ ബാക്കിയാണ്. അതിനെയാണ് നമ്മൾ പിന്നെ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പം പിതൃക്കളെ പിന്തുടർന്നിട്ടാണ് നമ്മൾ ലോകം മുന്നോട്ടേക്ക് പോകുന്നത്. നമ്മളിന്ന് കാണുന്ന ലോകം നമ്മുടെ പിതൃക്കളാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഈ നമ്മളെ ലോകം എന്ന് പറഞ്ഞാൽ നമ്മളെ ചുറ്റുവട്ടത്തുള്ള ഈ സ്ഥലം കാര്യങ്ങളെല്ലാം, അതിനെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നു. അത് നമ്മളെ മക്കൾ പിന്നെ നമ്മളെ പിന്തുടരുന്നു. അതുകൊണ്ട് പിതൃക്കളെയും തർപ്പണം ചെയ്ത്, അതായത് പ്രായം ചെന്നവരെയും, അപ്പം പിതൃക്കളും കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ആരാണ്? പ്രായം ചെന്നവരും ബ്രാഹ്മണരെയും. ഋഷികൾ ഉണ്ടാക്കിയ കാര്യങ്ങൾ, അപ്പം പിതൃക്കളിൽ നിന്നാണ് നമ്മൾ പ്രായമുള്ള ആൾക്കാരിലേക്ക് വരുന്നത്. അപ്പം പ്രായം ചെന്നവരെയും ഋഷികൾ കണ്ടെത്തിയ കാര്യങ്ങൾ ബുദ്ധിമാന്മാരായ ആൾക്കാർ, അപ്പോൾ ബ്രാഹ്മണരെയും അർച്ചനം ചെയ്ത് വസ്ത്രാദികളാൽ അലങ്കരിക്കപ്പെട്ട് അവർക്കെല്ലാം, ബ്രാഹ്മണാദികൾക്കെല്ലാം എന്ത് വേണം? അദ്ദേഹം എന്ത് ചെയ്തിരുന്നു എന്ന് വെച്ചാൽ 13,054 പശുക്കളെയും എള്ള് എന്നിവയടക്കം ഓരോ ദിവസവും കൊടുത്തിരുന്നു. അതിനകത്ത് മാലയെല്ലാം കെട്ടി സ്വർണത്തിൻ്റെ കൊമ്പെല്ലാം ഉള്ള പശുക്കളെ ദാനം ചെയ്തു. അതായത് നല്ല ഉപയോഗമുള്ള വസ്തുക്കളെ ദാനം ചെയ്തിരുന്നു. ദാനത്തിൻ്റെ മഹത്വം പറയുകയാണ്. ആർക്കാണ്? ഇവിടെ പറഞ്ഞിരിക്കുന്ന ബ്രാഹ്മണർ. ആദ്യം കൊടുക്കേണ്ട ആർക്കാണ്? ബുദ്ധിമാന്മാർക്ക്. ബുദ്ധിമാന്മാരെ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? നമുക്കറിയാം ലോകത്തിൻ്റെ പുരോഗതി ബുദ്ധിമാന്മാരിലൂടെയാണ് നടക്കുന്നത്. പക്ഷെ നമ്മുടെ ചുറ്റുവട്ടത്ത് അതല്ല നമ്മൾ കാണുന്നത്. നമ്മളെ അടുത്തുള്ള കുട്ടികൾ, പഠിച്ച് ബുദ്ധിമാന്മാരായ കുട്ടികൾ എന്താണ് ചെയ്യുന്നത്? അവർ നാട് വിട്ടുപോയിട്ട് പല അമേരിക്കയിലെല്ലാം പോയിട്ട് അവിടെയാണ് ഗവേഷണം ചെയ്തിട്ട് അതിൻ്റെ കോൺട്രിബ്യൂഷൻ ചെയ്യുന്നത്. ഇവിടെ വെച്ച് പഠിക്കുന്നു, അവർക്കൊരു അവസരങ്ങളും ഇവിടെ കിട്ടുന്നില്ല. അവരെല്ലാം വെളിയിലേക്ക് പോകുന്നു. ആ വെളിയിൽ പോയാൽ വെളിയിലുണ്ടാകുന്ന പുരോഗതികൾ നമ്മുടെ നാട്ടിലുണ്ടാവും. ഇവരെ കണ്ടെത്തിയിട്ട് ഉയർത്തിയിരുന്നുവെങ്കിൽ ഇനി എത്രയോ കോടികൾ ചെലവിടുന്നുണ്ട്. അതിനെന്താണ് വേണ്ടിയിരുന്നത്? നാട്ടിലുള്ള ബുദ്ധിമാന്മാരെ, മിടുക്കരായ കുട്ടികളെ, ബുദ്ധിയുള്ള ബ്രാഹ്മണരെ കണ്ടെത്തിയിട്ട് അവർക്ക് വളരുവാനുള്ള എല്ലാം കൊടുക്കണം. ഇവിടെ പറയുന്നത് എല്ലാം ധനം കൊടുക്കണം എന്നാണ് പറയുന്നത് ബ്രാഹ്മണർക്ക്. കാരണം ബ്രാഹ്മണരാണ് ലോകത്തെ മുന്നോട്ടേക്ക്. ഇപ്പം ഞാനൊരു ഉപകരണം കണ്ടെത്തി എന്ന് വെച്ചോ, എൻ്റെ മനസ്സിലൊരു ഐഡിയ വരികയാണ്. വെള്ളം കൊണ്ട് ഓടിക്കാവുന്ന കാറ്. വെറുതെ വെള്ളം അങ്ങ് പെട്രോളൊന്നും വേണ്ട, വെറുതെ വെള്ളം ഒഴിച്ചിട്ട് സ്റ്റാർട്ടാക്കിയിട്ട് അങ്ങ് പോകാം, പുതിയ തരം കാറ്. പക്ഷേ ഇത് ഞാൻ പ്രയോഗത്തിൽ വരുത്തണ്ടെങ്കിൽ എത്ര ലക്ഷങ്ങൾ വേണം? അതിനുള്ള കാറിൻ്റെ ഉപകരണങ്ങൾ ഉണ്ടാക്കണം. ഇതെല്ലാം എന്നെ കൊണ്ട് പറ്റില്ല. അപ്പോൾ അത് മനസ്സിൽ വെച്ചങ്ങ് കളയും. അല്ലാതെ എന്ത് ചെയ്യുമ്പോൾ ആരീനെ ഇറങ്ങിത്തിരക്കാൻ വന്നു. നമുക്ക് തന്നെ ഒരു അനുഭവം ഉണ്ടല്ലോ. ഒരു പണ്ട് ബ്രിട്ടീഷുകാരുള്ള കാലത്ത് ഇവിടെ ഒരാൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. MBBS പാസ്സായി ആദ്യമായിട്ട്. അന്ന് ബ്രിട്ടീഷുകാർ വന്നപ്പോൾ പഠിക്കാനുള്ള അവസരം എടുത്തപ്പോൾ അവനെങ്ങനെ, അദ്ദേഹത്തിന് കുറേ പൈസ ഉണ്ട്, എങ്ങനെയല്ലോ പോയി പഠിച്ച് ഇവിടെ വന്നിട്ട് ഇവിടെയുള്ള ഭരണാധികാരികൾ, അന്നത്തെ ഇവിടെ നോക്കി നടക്കുന്ന കക്ഷികളുണ്ടല്ലോ, അവരോട് ചോദിച്ച് എനിക്കിവിടെ പ്രാക്ടീസ് ചെയ്യാൻ അനുവാദം വേണമെന്ന്. അപ്പം ചോദിച്ച് നിൻ്റെ കുലത്തൊഴിൽ എന്താണ്? ഇന്നാണ്. എന്നാൽ അത് ചെയ്താൽ മതി. അങ്ങനെ നീ ഡോക്ടറെ ഭാഗമൊന്നും വേണ്ട. ഇതാണ് നമ്മുടെ ചിന്താഗതി. ഇവിടെ ബുദ്ധിയുള്ളവർക്ക് ഒരു സ്ഥാപനത്തിൽ തന്നെ വന്നാൽ ബുദ്ധിയുള്ളവരാണെങ്കിൽ അതിൻ്റെ മുകളിൽ
അർഹതപ്പെട്ടവനൊന്നും ഉണ്ടാവില്ല. എങ്ങനെയല്ലോ ഏതല്ലോ നരത്തിലെല്ലാം കയറി മുകളിലിരിക്കും. എന്നിട്ട് ഇവരെന്തെങ്കിലും ആശയം പറയാം, നിന്റെ ആശയമല്ല അവിടെ വെച്ചാൽ മതി. എന്നിട്ട് അവസാനം അവനെന്ത് ചെയ്യും, ഇതെല്ലാം കളഞ്ഞു കെട്ടിട്ട് ഇവിടെ ഇതൊന്നും പ്രയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവനവിടെ നേരെ പോകും, വല്ല വിദേശത്തേക്കും പോകും. അവിടെ വെച്ച് ഗവേഷണം നടത്തിയിട്ട് പുരോഗതി നേടും. എത്ര കുട്ടികളാണ് ബുദ്ധിമാന്മാർ വിദേശത്ത് പോയി ഷൈൻ ചെയ്യുന്നത്. ഇവിടെ എന്താണ് പറയുന്നത്, ഈ രാജ്യത്ത് ഏത് വംശത്തില് കൊളോണിയലിസത്തിന് ശേഷം ലോകം രണ്ടായിത്തീരുന്നു. യദുവംശം. ആ യദുവംശത്തില് ബുദ്ധിയുള്ളവരെ കഴിവുകൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കും. അതുകൊണ്ട് എന്ത് പറ്റും, ആ രാജ്യം പുരോഗതിയുടെ കുതിച്ചുയരും. സംശയമൊന്നും വേണ്ട. ഉദാഹരണമായിട്ട് റഷ്യ തന്നെ ആരുടെ സഹകരണവും ഇല്ലാതെയാണ്, സ്വന്തം നിലയിലാണ് ഉയർന്നിരിക്കുന്നത്. അവരുടെ ജ്ഞാനമെല്ലാം അവരിൽ നിന്ന് തന്നെയാണ്, അല്ല വേറെ ഇടന്ന് ആരെയും കണ്ടെത്തിയിട്ടല്ല. അത് ചിന്തിച്ചു നോക്കുക, അവരവരുടെ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ചു നോക്കുക. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാകും. കൃഷ്ണൻ പറയുന്നതിൻ്റെ പ്രത്യേകത. എന്നിട്ടോ പിന്നെ 10 തൻ്റെ രൂപഭേദങ്ങളായ, അതായത് ശ്രീഹരിയുടെ രൂപഭേദങ്ങളായ ഗോക്കൾ, ബ്രാഹ്മണർ, ദേവന്മാർ, വൃദ്ധന്മാർ, ഗുരുജനങ്ങൾ, എല്ലായിടവുമുള്ള ജീവജാലങ്ങൾ, ഇവരെ എല്ലാം നമസ്കരിച്ച്, രാജാവാണ്, അവരെ എല്ലാം നമസ്കരിച്ചു. ആദ്യം മംഗലദ്രവ്യങ്ങളെ സ്പർശിച്ചു. ഇവരെല്ലാം നമസ്കരിച്ചിട്ട് വിശിഷ്ട ദ്രവ്യങ്ങളിലേക്ക് സ്പർശിച്ചു. എന്തിനു വേണ്ടി? കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്താ ചെയ്ത? മനുഷ്യലോകത്തിന് അലങ്കാരമായിരിക്കുന്ന തന്നെ പ്രത്യേക വസ്ത്രങ്ങളാലും ഭൂഷണങ്ങളാലും അലങ്കരിച്ചു. പിന്നെ പുള്ളി നല്ല വേഷമെല്ലാം എടുത്തിട്ട് അണിഞ്ഞു. ഇതെല്ലാം ചെയ്തതിൻ്റെ ശേഷം അതാണ് ആഭരണങ്ങളെല്ലാം സ്പർശിച്ചു. എന്നിട്ട് പുള്ളിക്ക് വേണ്ട, കൃഷ്ണന് വേണ്ട, അല്ലേ രാജാവാണെങ്കിൽ രാജാവിന് വേണ്ട വേഷഭൂഷാദികൾ അണിഞ്ഞുകൊണ്ട് എവിടത്തേക്ക് പോകണം? രാജാവിൻ്റെ ജോലി ചെയ്യാൻ പോകണം. നമ്മളാണെങ്കിൽ വേഷഭൂഷാദികൾ എടുത്ത് പഠിക്കാനാണ് പോകുന്നുണ്ടെങ്കിൽ യൂണിഫോം എല്ലാം ഇട്ടിട്ട് പഠിക്കാൻ പോകും. ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ആ യൂണിഫോം, പോലീസിലാണെങ്കിൽ പോലീസിൻ്റെ യൂണിഫോം എല്ലാം ഇട്ട് പുറത്തേക്ക് ഇറങ്ങും. അതേപോലെ കൃഷ്ണനും തനിക്കുള്ള വേഷഭൂഷാദികളും എല്ലാം എടുത്ത് അലങ്കരിച്ചു തൻ്റെ ശരീരത്തിന്. ഇനി 12 പിന്നെ നെയ്യിനെയും കണ്ണാടിയെയും പശു, കാള, ബ്രാഹ്മണർ, ദേവപ്രതിമകൾ ഇവയെല്ലാം ദർശിച്ചുകൊണ്ട് പരിവാരങ്ങളോടുകൂടി അന്തഃപുരത്തിലെ പരിചാരകരായ സർവജാതി ജനങ്ങളുടെയും അഭിലാഷം നിറവേറ്റിക്കൊണ്ട് ആ അന്തഃപുരത്തിലുള്ള എല്ലാ പരിചാരകരായ എല്ലാ ജനങ്ങളുടെയും അവരുടെ അഭിലാഷങ്ങളെ നിറവേറ്റിക്കൊണ്ടും എല്ലാ പ്രജകളെയും അഭിഷ്ടദാനങ്ങളാൽ സന്തോഷിപ്പിച്ചുകൊണ്ടും സ്വയം സന്തുഷ്ടനായി. അവരെ എല്ലാ കാര്യങ്ങൾ വിളിച്ച്, അന്തഃപുരത്തിലെ ആൾക്കാരുടെ എല്ലാം കാര്യങ്ങൾ വിളിച്ച് അവർക്ക് വേണ്ടതെല്ലാം നൽകി അവരെ തൃപ്തിപ്പെടുത്തുക. അതായത് കുടുംബം നന്നാക്കിയിട്ട് വേണം നാട് നന്നാക്കാൻ ഇറങ്ങാൻ എന്ന തത്വം തന്നെ. അവിടെയുള്ള എല്ലാവരെയും വിളിച്ച് പ്രജകളെയെല്ലാം അഭിഷ്ടദാനങ്ങളാൽ സന്തോഷിപ്പിച്ചിട്ട് സ്വയം സന്തോഷിച്ചു. പിന്നെ 13 അവരെയെല്ലാം സന്തോഷിപ്പിച്ചതിന് ശേഷം ബ്രാഹ്മണരെയും സ്നേഹിതരെ, തനിക്ക് വേണ്ട കൂട്ടുകാരെയും സത്യവാദികളെയും പത്നിമാരെയും ഭാര്യമാരെയും അവർക്കെല്ലാം പുഷ്പമാല, കുറിക്കോട്ടോ പുഷ്പമാലയോ എന്തെല്ലാം വേണ്ട സ്ത്രീകൾക്ക് വേണ്ട സാധനങ്ങളെല്ലാം എന്നിവയെല്ലാം സമ്മാനിച്ച ശേഷം താനും അവയെ ഉപയോഗിച്ചു. അതായത് എല്ലാവരും നല്ലോണം അലങ്കരിച്ചു. എന്നിട്ട് 14 അപ്പോഴേക്കും രാവിലെ രാജാവിൻ്റെ വേഷമെല്ലാം ധരിച്ചിട്ട്, കൃഷ്ണൻ്റെ വേഷം നിർത്താം, കൃഷ്ണൻ തന്നെ രാജാവ്, ആ വീട്ടിലുള്ള എല്ലാവരുടെയും അഭിഷ്ട കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് ആർക്ക് വേണ്ട എന്താ ചന്ദന പൊട്ട എന്തെല്ലാം വേണ്ടതെന്ന് വെച്ചാൽ അവരെല്ലാം തൃപ്തിപ്പെടുത്തിയിട്ട്
ഒരു കുടുംബ സമാനമാണ് ലോകം എന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. വസുദേവ കുടുംബം, എല്ലാവരും ഒരു കുടുംബത്തിലെ അംഗമാണ്. ഇനിയോ അപ്പോഴേക്കും സാരഥി സുഗ്രീവാദികളായ കുതിരകളെ കൊണ്ട് കൂട്ടിയ അത്ഭുത രഥത്തെ കൊണ്ടുവന്ന് വണങ്ങി നിന്നു. അപ്പം സാരഥി കാറുമായിട്ട് കുതിരകളുമായിട്ട് കെട്ടിയ രഥവുമായിട്ട് വന്നു. ഇന്നാണെങ്കിൽ കാറുമായിട്ട് വരും രാജാവിനെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. സാരഥി വന്നിട്ട് വണങ്ങി നിന്നു. ഇപ്പം പരഞ്ചിൽ എന്ത് ചെയ്യുന്നു? നമ്മുടെ രാജാക്കന്മാരാണെങ്കിൽ സാരഥി വന്നിട്ട് വരുമ്പം വണങ്ങി നിന്നാൽ മാത്രം പോരാ, ഗേറ്റ് തുറന്നിട്ട് അങ്ങോട്ടേക്ക് ആനയിച്ചിരുത്തണം, വണങ്ങി നിന്നോണം. പക്ഷെ ഇവിടെ കൃഷ്ണൻ ചെയ്യുന്ന അതല്ല. സാരഥിൻ്റെ ജോലി ചെയ്യുന്നു. പിന്നെ അദ്ദേഹം എന്ത് ചെയ്തു? സാരഥിയുടെ കൂപ്പിക്കൊണ്ടിരിക്കുന്ന കൈ മുഴുവൻ കൈയെ വലത് കൈ കൊണ്ട് പിടിച്ചുകൊണ്ട്, അത് അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്യുകയാണ്. പക്ഷേ വ്യക്തിബന്ധങ്ങൾ അത് വേറെ. അതുകൊണ്ട് വലത് കൈ കൊണ്ട് പിടിച്ചുകൊണ്ട് സാത്തകിയോടും ഉദ്ധവരോടും കൂടി ആദിത്യൻ ഉദയപർവ്വതത്തിൽ ഉദിച്ചുയരുന്ന കണക്കെ തേരിൽ കയറി. എന്നിട്ടോ അപ്പോൾ വീട്ടുവിട്ടുമ്പോൾ അന്തഃപുര സ്ത്രീകളെല്ലാം പിന്നാലെ വരുമല്ലോ. അന്തഃപുരത്തിലെ സ്ത്രീകളുടെ ലജ്ജയാലും സപ്രേമത്താലും കൂടിയ ദൃഷ്ടികളോടെ, അവരുടെ ലജ്ജയാലുള്ള ദൃഷ്ടികളോടെയും വീക്ഷണത്തോടുകൂടി, ഒരു പ്രത്യേക വീക്ഷണത്തോടുകൂടിയെല്ലാം അതേസമയം സങ്കടത്തോടെ വിട്ടയക്കപ്പെട്ടവനായി, അവർക്കെല്ലാം സങ്കടമുണ്ട്. ഓഫീസിലേക്ക് പോകുമ്പോൾ സങ്കടം കാണും. സങ്കടത്തോടെ വിട്ടയക്കപ്പെട്ടവരായി പുഞ്ചിരി തൂകി അവരുടെ ഹൃദയത്തെ കവർന്നുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് 17 യാതൊരിടത്ത് പൈതാഹങ്ങളും ജരാമരണങ്ങൾ പോലുള്ള 6 ദോഷങ്ങൾ സംഭവിക്കുന്നില്ലയോ? എവിടെയാണ് ഈ പറഞ്ഞ ജരാനര പോലെയുള്ള 6 ദോഷങ്ങൾ സംഭവിക്കുന്നില്ല? എവിടെയാണത്? ആ സുധർമ്മ എന്ന ദിവ്യസഭയിലേക്ക് എല്ലാ യാദവരുടെയും അകമ്പടിയോടെ പ്രവേശിച്ചു. ആ സഭാമന്ദിരം, അല്ലെങ്കിൽ ഇന്നത്തെ പറഞ്ഞാൽ പാർലമെന്റ് എന്നോ നിയമസഭ എന്നോ പറയാം, അല്ലെ സെക്രട്ടേറിയറ്റ് എന്നോ എന്തോ പറയാം, കാര്യങ്ങൾ തീരുമാനിക്കുന്ന ആ സ്ഥലത്തേക്ക്. എന്തുകൊണ്ടാണ് അത് ജരാനര ബാധിക്കാത്തതെന്ന് പറഞ്ഞാൽ, അതിന് മാത്രമേ ഒരിക്കലും ജരാനത ബാധിക്കാൻ പാടില്ല. മന്ത്രിസഭ അല്ലെങ്കിൽ ആ സഭ, നിയമസഭയായാലും പാർലമെന്റ് ആയാലും എപ്പോഴും യുവത്വമായിരിക്കണം. അതിലിരിക്കുന്ന ഘടകന്മാർ മരിച്ചങ്ങ് പോവുമായിരിക്കും. പക്ഷേ ഓരോ കാലഘട്ടത്തിലും കാലത്തിനനുസരിച്ച് പുതിയ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ട് ജനങ്ങളുടെ പ്രശ്നം പരിഹരിച്ചിട്ട് അതാത് കാലത്തിന് യോജിച്ച തരത്തിൽ ഉള്ളതായിരിക്കണം. അതായത് ജരാനര ഒന്നും നിയമസഭക്കൊന്നും ബാധിച്ചുകൂടാ. അത് അത്രയും യുവത്വമായിരിക്കണം. പല നിയമസഭകളും പല രാജ്യത്തിന്റെ നിയമസഭകളും കടത്തിൽ കുങ്കിക്കിടക്കുകയാണ്, നട്ടത്തിരിക്കുകയാണ്. യുവാവ് പണ്ടുള്ളവര് കുറച്ച് പണയിലുള്ള കാലത്തല്ലാതെ പോയിട്ടുണ്ടാവും. കുറച്ച് വരുമ്പം കടം കെട്ട് മൂടിയിട്ട് ഈ ഒരു കടയെങ്ങനെ നികത്താമെന്നുള്ള ഗവേഷണമായിരിക്കും അവിടെ നടക്കും, ഈ കടം കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് 18 അവിടെ ഉന്നത സിംഹാസനത്തിൽ ഉപവിഷ്ടനായി. ആ സിംഹാസനത്തിലിരുന്നു. പുരുഷ കേസരികളായ യാദവർ ഇരിക്കുന്ന ഇവിടത്ത്, അവിടെ ആരുണ്ട്? പുരുഷ കേസരികളായ പണ്ഡിതരായ ആൾക്കാരാണ് ആ സഭാമന്ദിരത്തിലെ അംഗങ്ങൾ. അവരെല്ലാം ഇരിക്കുകയാണ്. അപ്പോൾ ഭഗവാന്റെ പ്രഭയാൽ ദിക്കുകൾ പ്രകാശിച്ചു. ആ നേതാവിന്റെ പ്രഭയാല് ആ നിയമസഭ മുഴുവൻ പ്രകാശിച്ചു. നമ്മുടെ നിയമസഭകളിലാണെങ്കിൽ ഭരണപക്ഷം കയറുമ്പം
അതിൻ്റെ തലവൻ കയറുമ്പം തന്നെ മറ്റവിടത്തുനിന്ന് കൂക്കി വിളിയും മുണ്ട് ഉരിയലും എല്ലാം തുടങ്ങും. ഇതെല്ലാം നടന്ന സംഭവങ്ങൾ തന്നെയാണ്. പ്രതിപക്ഷവും ഭരണപക്ഷവും എന്നിട്ട് എന്തോന്ന് ചർച്ച ചെയ്യുന്നത് ആർക്ക് വേണ്ടിയാണ്? ഭരണപക്ഷം ചെയ്യുന്നതിനെ എതിർക്കും. വിലക്കയറ്റമാണ്. പണ്ട് നിന്റെ മറ്റവനിരിക്കുന്ന കാലത്ത് എന്തായിരുന്നു വില, ഇപ്പോഴത്തെ വില എന്താണ് എന്നും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം നടക്കുകയല്ലാതെ ജനത്തിന് വാർത്തയിലോട്ട് അടിപിടി കൂടുന്നത് കിട്ടിയല്ലാതെ ജനത്തിന് ഒരു ഗുണവും കിട്ടില്ല. ഇവരവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പുലഭ്യം പറയുന്നതല്ലാതെ ഇതാണ് ജനാധിപത്യം. എന്താ ജനത്തിന് കിട്ടുന്നത്? എന്താണ് ഇങ്ങനെ തർക്കിക്കാനുള്ളത്? ഒരു തലവനുണ്ടാകണം. എന്നിട്ട് ഒരു കുടുംബത്തിൽ എന്താ ഭരണപക്ഷവും പ്രതിപക്ഷവും ഉണ്ടാവും. ഒരു കുടുംബത്തിൽ ഒരു തലവനുണ്ടാവും. എല്ലാവരും കൂടി ഇരുന്ന് ആലോചിച്ച് കാര്യങ്ങൾ, പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ ഉണ്ടാകും. ഇപ്പം വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ അവിടെയുള്ള പ്രജകളിൽ ഇരുന്നിട്ട് ആ ജനങ്ങൾ വിലക്കയറ്റം കൊണ്ട് കഷ്ടപ്പെടുകയാണ്, നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഏകോപനപരമായി ആടിയിരുന്ന് ചർച്ച ചെയ്തിട്ട് കണ്ടെത്തിയല്ലേ വേണ്ടത്. ഇതല്ല, നാട്ടിൽ വില കയറ്റമാണ്, നീ ഭരിക്കുന്നത് കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അപ്പോൾ മറ്റേ പണ്ട് ഭരിക്കുമ്പോൾ എങ്ങനെയായിരുന്നു? ഇതെല്ലാം അവിടെയുള്ള തർക്കം. അതുകൊണ്ട് ഇവിടെ ജനത്തിനെന്തും കിട്ടും? ഒന്നുമില്ല. അവിടെ എല്ലാം വേണ്ട. അവിടെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഉണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല. ജനത്തിന്റെ പ്രശ്നങ്ങൾ സംസാരിക്കുക, അതാണ്. അങ്ങനെയുള്ള ഭരണം എവിടെയാണെന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ പറയാം അതെല്ലാം ഏകാധിപതികളാണ്, അവരെ പേടിച്ചിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ പറഞ്ഞാൽ നമ്മളെ കുടുംബത്തിലും അച്ഛൻ ഏകാധിപതിയാണ്. അച്ഛന് ഇവിടെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നുമില്ല നമ്മളെ കുടുംബത്തിൽ. കണ്ട വീട്ടിൽ പ്രതിപക്ഷത്തിന് എല്ലാം അച്ഛൻ്റെ ഏകാധിപത്യത്തിലാണ് പോകുന്നത്. ആണോ? ഇത് വസുദേവ കുടുംബമാണ്. ലോകത്തെ മുഴുവൻ ഒരു കുടുംബമായിട്ട് കണ്ടുകൊണ്ട് നല്ല ആൾക്കാർ ഇവിടെ എങ്ങനെയുള്ള പുരുഷ കേസരികളായ യാദവരവിടെ ഇരുന്നിട്ട് കൃഷ്ണൻ എൻ്റെ തലവാത്ത്, കൃഷ്ണൻ ചാടിപ്പിടിച്ചൊന്നും ചെയ്യില്ല, രാജാവാണെന്ന് വെച്ചിട്ട് കൃഷ്ണൻ്റെ അതിനല്ല, എല്ലാവരുമായിട്ട് ചർച്ച ചെയ്തിട്ട് ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അവിടെ ഇരുന്ന് ആലോചിക്കും എന്താണ് ചെയ്യേണ്ടത്, അതിനുള്ള പരിഹാരങ്ങളാണ്. ജനത്തിന് അവിടെ വെള്ളം കിട്ടുന്നില്ല, എന്താ വേണ്ടതെന്ന് വെച്ചാൽ എല്ലാവരും ഇരുന്ന് ആലോചിക്കണം. എങ്ങനെയാണ് വെള്ളം ഉണ്ടാക്കാൻ വഴി എന്താണ്, അതിനുള്ള പരിഹാരങ്ങൾ കണ്ടെത്തണം, നടപ്പാക്കണം. ഇതല്ലേ ചെയ്യേണ്ടത്. അല്ലാതെ അവിടെ ഇരുന്നിട്ട് ജനാധിപത്യം. എന്താ ജനാധിപത്യം? നമ്മളെ നാട്ടിൽ വെള്ളമില്ല, ജനം എല്ലാം വരികയാണ്, ഭരണപക്ഷത്തിനുള്ള ഇതെല്ലാം മന്ത്രി രാജിവെക്കണം. അപ്പം മന്ത്രി പറയും പണ്ട് നിന്റെ കാലത്ത് ഈ വെള്ളമൊന്നും ഉണ്ടായിട്ടില്ല ഭരിക്കുമ്പോൾ, അതുകൊണ്ട് രാജിവെക്കാൻ മനസ്സിലായി. പിന്നെ അവിശ്വാസങ്ങൾ എന്തെല്ലാം വേണം. പിന്നെ ഇവിടെ വെള്ളം വരുമോയെന്ന് ചോദിച്ചാൽ വെള്ളമൊന്നും വരാൻ പോകുന്നില്ല. ഇതെല്ലാം വേണ്ട. ആടിയിരുന്ന് ആലോചിക്കണം എന്താ പ്രശ്നങ്ങൾ, ചർച്ച ചെയ്ത് തീരുമാനിക്കണം. ആ മാതൃകയാണ് ഇവിടെ പറഞ്ഞു കൊണ്ടുപോകുന്നത്. അപ്പം പറയല്ല കൃഷ്ണൻ അവിടെ ഏകാധിപതിയാണ്, അവിടെ ഭരണപക്ഷമില്ല പ്രതിപക്ഷമില്ല, നമ്മൾ ജനാധിപത്യമാണ്. പരസ്പരം ഇത് കാണിക്കലാണ് ജനാധിപത്യം. എന്നിട്ടോ പ്രതിഭയാൽ ദിക്കുകൾ പ്രകാശിച്ചു. അപ്പൊ തലവന്റെ പ്രതിഭയാല് ദിക്കുകൾ പ്രകാശിക്കും. അങ്ങനെയുള്ള രാജ്യത്തിന്റെ നേതാക്കന്മാര് ഒറ്റ ആളായിട്ട് അവിടെ ഇരിക്കും. അവന് ഏകാധിപതിയൊന്നുമല്ല, പക്ഷേ അവരുടെ പ്രഭാവം ലോകം പോലും അംഗീകരിക്കും. ആ പ്രഭാവത്തെ ചിന്തിച്ചു നോക്കുക. ആരെ കാര്യമാണ് പറയുന്നത്? നക്ഷത്രയിടത്തിൽ നക്ഷത്രങ്ങളുടെ ഇടയിലെ ചന്ദ്രനെ പോലെ പ്രശോഭിക്കുന്നു കൃഷ്ണൻ. എന്നിട്ടോ 19-20 അവിടെ വിദൂഷകന്മാർ അനേകവിധ ഫലിതങ്ങൾ കൊണ്ടും, അവിടെ അവരെല്ലാം ഫലിതം പറയും. നല്ല പണ്ഡിതന്മാരായ എല്ലാ തരം കലകളുമുള്ള ആൾക്കാരുടെ സങ്കേതമാണത്. ആ സങ്കേതം വിദൂഷകന്മാർ പലവിധ ഫലിതങ്ങൾ, പരസ്പരം മെമ്പേഴ്സ് ഫലിതങ്ങളെല്ലാം പറഞ്ഞ് കൂട്ടുകാരെ പോലെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനാണ്. അല്ലാത്ത തമ്മിൽ തല്ലാനുള്ള ഭരണപക്ഷവും പ്രതിപക്ഷമായിട്ട് തള്ളിത്തന്നിട്ട് എന്ത് കാര്യമാണ്? എന്തുണ്ട്? നടുവന്മാർ താണ്ഡവ നടനങ്ങളെല്ലാം ചെയ്യുന്നു, എന്നിട്ട് ശ്രീകൃഷ്ണനെ സേവിച്ചു. അവർക്ക് വേണ്ടി എന്തും ചെയ്യും. അതിനു വേണ്ടി എന്ത് ചെയ്യും? നർത്തകിമാർ നൃത്തം വെച്ചെന്ന് വരും, വീണ മീട്ടിയെന്ന് വരും, സ്തുതി പാഠകന്മാർ സ്തോത്രം ചെയ്തെന്ന് വരും.
പിന്നെയോ അവരുടെ ആസ്ഥാനമായ അവിടെ ആസനസ്ഥരായ ബ്രാഹ്മണർ വേദസൂത്രങ്ങൾ ചൊല്ലും. ശാസ്ത്രജ്ഞന്മാർ അവിടെ ഉണ്ടാവും. അവരെ ശാസ്ത്രപരമായ കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്യും. വാഗ്ചാതുര്യമുള്ളവർ പൂർവികരായ രാജാക്കന്മാരുടെ കഥകളെ വർണ്ണിക്കും. മുമ്പ് ചെയ്ത ഭരണാധികാരികളുടെ, കാരണം അവരുടെ തുടർച്ചയായിട്ടാണ് പോകുന്നത്. അവരെപ്പറ്റി സ്തുതിവചനങ്ങൾ, പണ്ടിങ്ങനെയല്ല ഇന്ന രാജാക്കന്മാർ ചെയ്തിരുന്നു എന്നുള്ള കാര്യങ്ങൾ അവിടെ സംസാരിക്കും. അവിടെ എല്ലാ കാര്യങ്ങളും ഒരു രാജ്യത്തിൻ്റെ ഒരു ചെറിയ മാതൃകയാണ് നിയമസഭ, പാർലമെന്റ് ആകേണ്ടത്. രാജ്യത്തിലുള്ള ആ നിയമസഭകളുടെ ഒരു രൂപം ആ രാജ്യത്ത് മുഴുവൻ പ്രകടമാകണം. കലയെല്ലാം അവിടെ നിന്നാണ് പ്രോത്സാഹിപ്പിച്ചു വരേണ്ടത്. നാട്ടിലെ കലകൾ വർദ്ധിക്കുന്നുണ്ടെങ്കിൽ, വികസിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം അവിടെ നിന്നുള്ള പ്രേരണയാലാകണം. എന്നിട്ടോ അപ്പോൾ മുമ്പ് കണ്ടിട്ടില്ലാത്ത ഒരാൾ അപ്പോൾ അവിടെ വന്നു ചേർന്നു. ആ സഭയിലില്ലാതെ ഒരാൾ കയറി വരികയാണ് ആ സഭയിലേക്ക്. ദ്വാരപാലകർ ഭഗവാനെ എന്തോ അറിയിക്കാൻ വേണ്ടിയാണ് അവനെ കൂട്ടിക്കൊണ്ട് അവിടെ വന്നിരിക്കുന്നത്. അവൻ നമസ്കരിച്ച് കൂപ്പുകൈകളുടെ ജരാസന്ധൻ തടവിലാക്കപ്പെട്ട് വെച്ചിരിക്കുന്ന രാജാക്കന്മാരുടെ വ്യസനത്തെ, ഭാരത്തെ കൃഷ്ണനെ അറിയിച്ചു. കുറേ രാജാക്കന്മാരെ, ജരാസന്ധൻ എന്ന ഒരു രാജാവ്, അസുര രാജാവ്, ഒരു ദുഷിച്ച രാജാവ്, നേരത്തെ കട്ട തന്നെയാണ്. കുറേ രാജാക്കന്മാരെല്ലാം തടവിലാക്കപ്പെട്ടിരിക്കുന്നു. ആ രാജാക്കന്മാരുടെ ദൂതനായിട്ടാണ് ഇയാൾ വന്ന് പറഞ്ഞിരിക്കുന്നത് ഈ രാജ്യസഭയിൽ വന്നിട്ട്. 24 ഈ ജരാസന്ധന്റെ ദിഗ്വിജയകാലത്ത് യാതൊരാൾ തലകുനിച്ചിരുന്നില്ലയോ? അങ്ങനെയുള്ള 20,000 രാജാക്കന്മാർ അവനാൽ ഗിർരജം എന്ന കോട്ടയിൽ തടവിലാക്കിയിരിക്കുന്നു. ഏതോ ഒരു ദുഷിച്ച രാജാവ്, അയാളങ്ങനെ രാജ്യം മുഴുവൻ കീഴടക്കി നടക്കുമ്പോൾ ഏത് രാജാക്കന്മാർ അദ്ദേഹത്തെ വണങ്ങി നിന്നുകൊള്ളണം. ഒന്നും മറത്ത അഭിപ്രായമൊന്നും പറയാൻ പാടില്ല. അദ്ദേഹം ചെയ്യുന്നതെല്ലാം യസ് യസ് എന്ന് പറഞ്ഞു പോയില്ലെങ്കിൽ പ്രതിഷേധിച്ചു കഴിഞ്ഞാൽ പിടിച്ച് ജയിലിൽ കൊണ്ടിടും, തടവിൽ പിടിച്ചിടും. അങ്ങനെ 20,000 രാജാക്കന്മാരെ ഇദ്ദേഹം പിടിച്ചിട്ട് തടവിലിട്ടിരിക്കുകയാണ്. എന്നിട്ട് 26 ആ രാജാക്കന്മാർ ഈ ദൂതൻ മുഖാന പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ദൂതനാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഹേ കൃഷ്ണ, ശരണാഗതരായ ഇവരുടെ ഭയത്തെ സംഭരിക്കുന്നവനായ കൃഷ്ണ, സംസാരത്തെ ഭയക്കുന്ന ഭേദബുദ്ധിയുള്ളവരായ ഞങ്ങൾ സംസാരത്തെ ഭയക്കുന്ന ഭേദബുദ്ധിയുള്ളവരാണ്. നിന്തിരുവടിയെ ശരണം പ്രാപിക്കുകയാണ്. ഈ രാജാക്കന്മാരെല്ലാം അങ്ങേ ശരണം പ്രാപിക്കുകയാണ്. ഈ പ്രപഞ്ചത്തിൽ ഇരിക്കുന്ന ജനം നിഷിദ്ധവും കാമ്യവുമായ കർമ്മങ്ങളിൽ അകപ്പെട്ടിരിക്കുന്നു. ജനങ്ങൾ നിന്തിരുവടി നിഷ്കർഷിച്ച കർമ്മങ്ങളിൽ അശ്രദ്ധരായിട്ട് കഴിയുകയാണ്. അവരവരുടെ നിഷിദ്ധ കർമ്മങ്ങളെല്ലാം ചെയ്തിട്ട് ജനങ്ങൾ കഴിയുകയാണ്. നീ നിർദ്ദേശിച്ച, അതായത് യദുവംശത്തിലുള്ള ആ ഒരു ശൈലിയിലല്ല അവിടെ പോകുന്നത്. അങ്ങനെയുള്ളവർ ഇരിക്കുന്നിടത്തോളം കാലം അങ്ങനെയുള്ളവരാണ് ആ ദേശത്തിലുള്ളത്. അവരെല്ലാം അധർമ്മികളായി എല്ലാ നാട്ടുകാരെ അധർമ്മങ്ങളും നല്ല വഴിക്കൊന്നുമല്ല പോകുന്നത്. അങ്ങനെയുള്ള സ്ഥലത്ത് ബലവാനായ ഒരാൾ ഈ ലോകത്തിൻ്റെ ജീവിതഗതിയെ പോലും കവർന്നെടുക്കുന്നു. അങ്ങനെയുള്ള ദേശത്ത് ബലവാന്മാരായ ആരെങ്കിലും കയറി വന്നിട്ട് പിന്നെ അവിടെ ആധിപത്യം സ്ഥാപിക്കും. എന്നിട്ട് അങ്ങനെയുള്ള ആ ദേശത്ത് എന്നെന്നും കണ്ണടക്കാതെ എല്ലാം വീക്ഷിക്കുന്ന ആ കാലാത്മകമായ നിന്തിരുവടിക്ക് നമസ്കാരം. പക്ഷേ എല്ലാം വീക്ഷിക്കുന്ന ഒരു ശക്തി വിശേഷം മുകളിലുണ്ട്. അത് അങ്ങ് തന്നെയാണ്. അപ്പം ഏതെങ്കിലും രാജ്യത്ത് ഇതുവരെ അധർമ്മങ്ങളായ ഭരണാധികാരികൾ ഇരിക്കുമ്പോൾ കണ്ണടക്കാതിരിക്കുന്ന ആ ശക്തി അതാരാണ്? ഭഗവാൻ. ആ നിന്തിരുവടിയെ ഞങ്ങൾ നമസ്കരിക്കുകയാണ്. അതായത് അങ്ങ് വിചാരിച്ചാലേ ഈ ദുരവസ്ഥ ഇല്ലാതാക്കാൻ പറ്റുകയുള്ളൂ.
27 പറയുകയാണ്, രക്ഷിതാവേ, അങ്ങ് രക്ഷിതാവാണ്, സജ്ജനപാലകനും ദുർജന സംഹാരിയുമായ അങ്ങയുടെ ഒരംശമായ ബലരാമനോടുകൂടി ജനിച്ച ജന്മമെടുത്ത നിൻതിരുവടിയെ ഈ ആവശ്യത്തിന് വേണ്ടിയാണ് ഈ ലോകത്തിൽ അവതരിച്ചിരിക്കുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷേ നിൻതിരുവടിയെ വകവെക്കാത്ത നടക്കുന്നവനോ, പക്ഷേ അതേ സമയത്ത് വേറൊരുത്തിൽ നിൻതിരുവടിയെ വകവെക്കാത്ത നടക്കുന്ന ഒരുത്തന് ഉണ്ടാവുകയല്ലേ. അതായത് നമുക്ക് രക്ഷ കിട്ടുന്നില്ല. ഇത് ഞങ്ങൾ ചെയ്ത കർമ്മഫലത്തിൻ്റെ ഒരു പക്ഷേ അനുഭവിക്കുകയായിരിക്കാം. രാജാവോട് നിങ്ങൾ ആ ദൂരത്ത് ഒരുത്തൻ ഇങ്ങനെ അധർമ്മിയായിട്ട് നിൽക്കുന്നുണ്ട്, കണ്ണുകൊണ്ടിൽ ഒഴിച്ച് നിൽക്കുന്നുണ്ട്, പക്ഷെ നിങ്ങളൊന്നും ചെയ്തില്ല എന്ന് വരാൻ പാടില്ല. ഈ പറയുന്നത് എല്ലാം നോക്കി നിൽക്കുന്ന അങ്ങനത്തെ ഇതൊന്നും കാണുന്നില്ല എന്നുള്ള നിലയിൽ പറയുന്നത് വേറൊരു തരത്തിൽ പറയുകയാണ്. ഇത് നമ്മുടെ കർമ്മഫലം കൊണ്ട് അനുഭവിച്ചല്ലേ ഉള്ളൂ. അതുകൊണ്ടാണോ ഇതിങ്ങനെ സംഭവിക്കുന്നത്? അങ്ങെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ ഇങ്ങനെ ഒരാൾ ആ ഭാഗത്ത് കിടക്കുകയാണല്ലോ നമുക്കെല്ലാം കഷ്ടമായിട്ട്. ഇത് ഞങ്ങൾ ചെയ്ത കർമ്മഫലത്തിൻ്റെ ഫലമാണോ? ഇതൊന്നും നമുക്കറിഞ്ഞുകൂടാ. അതായത് ഭഗവാൻ എന്ന് പറഞ്ഞാൽ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന കക്ഷിയല്ലേ. പിന്നെ ഒരു നാട്ടിൽ ഇതെല്ലാം കഷ്ടപ്പെടുന്ന കാണുമ്പോൾ ഒരു ഭരണാധികാരി ദൂഷിച്ച് ജനങ്ങളെയെല്ലാം രാജാക്കന്മാരെയെല്ലാം എതിർക്കുന്ന രാജാക്കന്മാരെയെല്ലാം പിടിച്ച് ജയിലിട്ട് കഴിഞ്ഞാൽ എല്ലാം നോക്കിയിരിക്കുന്നതാണെങ്കിൽ അപ്പം തന്നെ ഇല്ലാതാക്കണ്ടേ. അത് ഇല്ലാതാക്കിയിട്ട് കാണുന്നില്ല. അത് ചിലപ്പോൾ അവരുടെ കർമ്മഫലം അനുഭവിച്ച് തീരാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാകാം. അതൊന്നും നമുക്കറിഞ്ഞുകൂടാന്ന് പറയുകയാണ്. എന്നിട്ട് വേറെ തരത്തിൽ പറയാണ്, നിൻതിരുവയുടെ മായയിൽ വിഷയാസക്തരായി തീർന്ന ഞങ്ങൾ. അങ്ങയുടെ മായയിലാണ് നമ്മൾ ഈ വിഷയത്തിന് അടിമപ്പെട്ടിട്ട് ജീവിക്കുന്നത്. നിൻതിരുവയുടെ ആഗ്രഹം കൊണ്ട് ഇപ്പം നിൻതിരുവടിയുടെ ആഗ്രഹം കൊണ്ട് എന്ത് ചെയ്യുകയാണ്? നിഷ്കാമന്മാരായി ആത്മതത്വത്തെ ലഭിക്കുന്ന, അതായത് എല്ലാം വിട്ടിട്ട് ഭൗതികതയെല്ലാം വിട്ടിട്ട് ആത്മതത്വത്തിലേക്ക് നയിക്കുന്ന തരത്തിൽ ഉപേക്ഷിച്ചിട്ടല്ല നമ്മൾ ഇരിക്കുന്നത്. ഇതിൽ നിന്നെല്ലാം മുഖ്യണ്ടിക്കൊരു വഴിയുണ്ട്. ഈ ഭൗതിക ലോകം എല്ലാം വിട്ടിട്ട് ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോയാൽ മതി, ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷേ നിൻതിരുവടിയുടെ ആഗ്രഹം കൊണ്ടാണ്, ആ മായയിൽ അകപ്പെട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരുന്നത്? സ്വപ്നതുല്യമായതും അന്യർക്കധീനവുമായ രാജസുഖത്തെ മോഹിച്ചിട്ട് അതിനുവേണ്ടി പേടിയോടെ ഈ ശരീരത്തിൽ ചിന്താഭാരത്തോടെ വഹിച്ചു നടക്കുന്നു. യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? എല്ലാം ഉപേക്ഷിച്ചിട്ട് ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോയി ഈ ഒരു പ്രശ്നം നമ്മളെ ഇരട്ടുക. അതാണ് ശാശ്വതമായ വഴി. പക്ഷേ നിൻതിരുവടിയുടെ ആഗ്രഹപ്രകാരം നമ്മളിങ്ങനെ ജീവിക്കാൻ വിധിക്കപ്പെട്ടിരിക്കുകയാണ്. എന്തിൽ? ഈ ശരീരത്തിൽ മോഹിച്ചിട്ട് കാണുന്നതെല്ലാം നേടാനുള്ള സ്വാർത്ഥ താല്പര്യത്തോടുകൂടി അതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടാകുന്ന പേടിയും എല്ലാം ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്നു. അങ്ങനെയുള്ള പേടിയോടുകൂടിയുള്ള ചിന്തയോടുകൂടി നമുക്ക് വഹിച്ച് നടക്കേണ്ടതായി വരുന്നു. അതുമെല്ലാം അങ്ങയുടെ തീരുമാനപ്രകാരമാണ് നമ്മൾ ഈ ചെയ്യുന്നത്. അതിൻ്റെ ഫലമായിട്ട് നമ്മൾ എപ്പോഴും സംസാര ദുഃഖത്തിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം അങ്ങ് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്, നമ്മളെ പരിധിയിലൊന്നുമല്ല. ഈ ഭൗതിക ജീവിതത്തിൽ ജീവിക്കണം എന്നുള്ളത് അങ്ങ് തന്നെ തീരുമാനിച്ചു. ആ ഭൗതിക ജീവിതത്തിൽ എപ്പോൾ ഇത്തരം കഷ്ടപ്പാടും ദുരിതമെല്ലാം തന്നെ ആയിരിക്കും. ഇനി 29 നിൻതിരുവടിയെ വണങ്ങുന്നവരായ ഞങ്ങളുടെ ദുഃഖം തീർത്തു തരണം. ഇതാര് പറയുകയാണ്? രാജാക്കന്മാർ പറയുകയാണ് ഈ ദൂതൻ മുഖാന്തരം. ആയതിനാൽ ഞങ്ങളുടെ ജരാസന്ധൻ എന്നവരുടെ കർമ്മപാശത്തിൽ നിന്നും നമ്മളെ അഴിച്ചുവിട്ടാലും, അദ്ദേഹത്തിൻ്റെ കർമ്മപാശത്തിൽ നിന്ന് നമ്മളെ അഴിച്ചുവിട്ടാലും, 10,000 മതഗജത്തിൻ്റെ വീര്യത്തോടു കൂടിയിരിക്കുന്ന അവൻ എന്ത് ചെയ്യുന്നു? ആ ജരാസന്ധൻ ഒറ്റയ്ക്ക് ഒരു സിംഹം മറ്റു ചെമ്മരിയാടുകളെപ്പോലെ നമ്മളുടെ മുഴുവൻ രാജാക്കന്മാരെയും എന്ത് ചെയ്തിരിക്കുകയാണ്? സ്വഗൃഹത്തിൽ തടവിലാക്കിയിരിക്കുകയാണ്. തൃക്കരത്തിൽ സുദർശന ചക്രമേന്തിയവനെ
30 തൃക്കരത്തിൽ സുദർശന ചക്രം ഏന്തിയവനെ എന്ന് പറഞ്ഞാൽ സുദർശന ചക്രം എന്ന് പറയുമ്പോൾ കാലമാകുന്ന ചക്രം. ആ കാലമാകുന്ന ചക്രം ശരിയായ സമയത്തുമ്പോൾ ഗന്ധിയെയും ജരാസന്ധനെയെല്ലാം തട്ടിയിട്ട് ഇത് കാലങ്ങളെല്ലാം മുന്നോട്ടേക്ക് ചെയ്യുന്നത്. 18 പ്രാവശ്യം നിന്തിരുവടിയോട് ഏറ്റുമുട്ടിയിട്ട് 17 പ്രാവശ്യവും അവൻ തോറ്റിട്ടുണ്ട്. അപ്പം ഇതിനു മുമ്പിൽ ജരാസന്ധൻ്റെ ഏറ്റുമുട്ടലിനെ പറ്റിയെല്ലാം നമ്മൾ കണ്ടല്ലോ. അപ്പം 17 പ്രാവശ്യവും തോറ്റു. ഇപ്പോൾ മാത്രം ഒരു പ്രാവശ്യം ജയിച്ച് ഊറ്റം കൊണ്ടിരിക്കുന്നു. അവനിപ്പം ജയിച്ചിട്ട് ഊറ്റം കൊണ്ടിരിക്കുകയാണ്. ഇനി ആ ജരാസന്ധൻ ഇന്ദിരുവടിയുടെ പ്രജകളായ ഞങ്ങളെ ശല്യപ്പെടുത്തുകയാണ്. ആരാലും ജയിക്കപ്പെടാത്തനായ സർവഗുരുവായ അങ്ങ് വേണ്ടത് നമുക്ക് ചെയ്യുക. ഇനി 31 ഇത്രയും ആരുടെ സന്ദേശമാണ്? രാജാക്കന്മാരുടെ സന്ദേശമാണ്. ആരിലൂടെയാണ് പറഞ്ഞത്? ദൂതനിലൂടെ. ഇനി 31 ദൂതൻ പറയുകയാണ്, ജരാസന്ധന്റെ തടവറയിലുള്ള ആ വാസം ജരാസന്ധന്റെ തടവറയിലുള്ള അവര്, ആ രാജാക്കന്മാരെല്ലാം തന്നെ നിൻതിരുവടിയെ കാണുവാൻ ആഗ്രഹിച്ചു കൊണ്ട് കഴിയുകയാണ്. അവര് അങ്ങയെ ശരണം പ്രാപിച്ചിരിക്കുകയാണ്. അങ്ങയൊക്കെ കാണണമെന്നുണ്ട്, പക്ഷെ തടവിലാണുള്ളത്. അതുകൊണ്ട് അങ്ങയെ ശരണം പ്രാപിച്ചിരിക്കുകയാണ്. ഈ ഇവന്മാരുടെ ആ ജരാസന്ധനിൽ നിന്നുള്ള ശല്യത്തിന് ഒരു ശമനം ഉണ്ടാക്കിയാലും എന്ന് പിന്നെ ദൂതനും പ്രാർത്ഥിക്കുന്നു. അപ്പം 32 ശ്രീ ശുകൻ പറയുകയാണ്, ആ ദൂതൻ ഇപ്രകാരം പറഞ്ഞുകൊണ്ടിരിക്കെ ദേവന്മാരുടെ അതായത് ബ്രഹ്മർഷിയായ നാരദൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ദേവർഷി നാരദൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അപ്പം ശ്രീശുകൻ പറയുകയാണ്, ഈ ദൂതൻ ഇങ്ങനെ ഒരു ആവശ്യം രാജസഭയിൽ അവതരിച്ചപ്പോൾ ദേവർഷി നാരദനും അവിടെ വന്നു ചേർന്നു. അദ്ദേഹത്തെ കണ്ടപ്പോൾ 33 അദ്ദേഹത്തെ കണ്ടപ്പോൾ കൃഷ്ണൻ എല്ലാ സഭാവാസികളോടും കൂടി എഴുന്നേറ്റ് ശിരസ്സുകൊണ്ട് വണങ്ങി. കൃഷ്ണനടക്കം എല്ലാ സഭാവാസികളും ശിരസ്സു കുനിഞ്ഞ് നാരദനെ വണങ്ങി. എന്നിട്ട് 34 ഇരിപ്പിടം സ്വീകരിച്ച് അദ്ദേഹം ശ്രീകൃഷ്ണൻ നാരദനോട് ഇങ്ങനെ പറഞ്ഞു. കൃഷ്ണന് നാരദനോട് ചോദിക്കുകയാണ്, ഇപ്പോൾ 3 ലോകങ്ങളിലെയും ജനങ്ങൾ യാതൊരു ഭയവുമില്ലാതെ കഴിയുകയല്ലേ? എല്ലാ ലോകത്തിലും സഞ്ചരിക്കുന്ന ഭഗവാന്റെ ഗുണം ഇതാണല്ലോ. ഭഗവാന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഭഗവാൻ ഈ ലോകം മുഴുവൻ 3 ലോകങ്ങളിലും സഞ്ചരിക്കുകയാണ്. എല്ലാ നാട്ടിലെ കാര്യങ്ങളും അറിയാം. അതുകൊണ്ട് 3 ലോകത്തിലെയും ജനങ്ങൾ യാതൊരു ഭയവുമില്ലാതെ കഴിയുകയാണല്ലോ. അതാണല്ലോ അങ്ങയുടെ ഏറ്റവും വലിയ ഗുണം. എവിടെ നടക്കുന്ന കാര്യം നാരദന് അറിയാം. ഈശ്വരൻ സൃഷ്ടിച്ച 36 ഈശ്വരൻ സൃഷ്ടിച്ച ലോകത്തിൽ ഭഗവാനെ അറിയാത്തതായി ഒന്നുമില്ല. ഈ ലോകം സൃഷ്ടിച്ച ഈശ്വരനാണെങ്കിലും അതിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരു വ്യക്തിയാണ് ആര്? നാരദൻ. അതിനാൽ ഭഗവാനോട് ചോദിക്കുകയാണ്, പാണ്ഡവന്മാരെ പറ്റി എന്തെങ്കിലും അറിയണം, അതൊന്ന് പറയുക. പാണ്ഡവന്മാരുടെ ഇനിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്നെല്ലാം അറിയണമെന്ന് ഉണ്ട്. 36 ഇനി 37. അപ്പോൾ 37 ശ്രീ നാരദൻ പറയുകയാണ്, ഹേ പ്രഭോ വിശ്വവ്യാപിൻ, വിശ്വം മുഴുവൻ വ്യാപിക്കുന്നവനെ, ബ്രഹ്മാവിനു കൂടി മോഹം ജനിപ്പിക്കുന്ന അങ്ങയുടെ മായാവൈഭവങ്ങൾ ഞാൻ പലപ്പോൾ കണ്ടിട്ടുണ്ട്. ബ്രഹ്മാവിന് കൂടി എന്ന് പറഞ്ഞാൽ സൃഷ്ടി നടത്തുന്ന ആൾക്ക് എല്ലാ നിയമങ്ങളും അറിഞ്ഞിരിക്കണ്ടേ? അതെല്ലാം അറിയുന്ന ആ ബ്രഹ്മാവിനെ പോലും മോഹിപ്പിക്കുന്നതാണ് അങ്ങയുടെ. ആ മോഹത്തിലകപ്പെട്ടിട്ടാണ് ബ്രഹ്മാവ് ഇങ്ങനെ സൃഷ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങേപ്പോലും അങ്ങിൽ പോലും മോഹം ജനിപ്പിക്കുന്ന അങ്ങയുടെ വൈഭവങ്ങൾ ഞാൻ പലപ്പോൾ കണ്ടിട്ടുണ്ട്.
അതിനാൽ ഇത്തരം ചോദ്യങ്ങൾ എനിക്ക് അതിശയമില്ല. എന്നോട് ലോകത്തിൽ എന്താ നടക്കുന്നത് ചോദിക്കുകയാണ്. ചോദിക്കേണ്ട കാര്യമില്ലാതെ തന്നെ അങ്ങേക്കറിയാം. പിന്നെ ഇതെല്ലാം വെറുതെ ഒരു മായയിലാപ്പെട്ടിട്ടുള്ള ചോദ്യം. യാതൊന്ന് മായയാൽ ഉള്ളതായി തോന്നിപ്പിക്കുന്നുവോ? യാതൊന്ന്, അതായത് ബ്രഹ്മം. ആ നിർഗുണമായ രൂപത്തിന്, ബ്രഹ്മത്തിന് രൂപവും ഭാവവും ഒന്നുമില്ല. പക്ഷേ അത് മായയാലാണ് ഇങ്ങനെ നമ്മളെല്ലാമായിട്ട് തോന്നുന്നത്, നമ്മളെല്ലാമായി തീരുന്നത്. അത് തോന്നിപ്പിക്കുന്നുവോ? അങ്ങനെയുള്ള ലോകത്തെ സൃഷ്ടിച്ച് സംഹരിക്കുന്ന, അങ്ങനെയുള്ള ഒന്നുമില്ലാത്തതിൽ നിന്നാണ് നമ്മളെല്ലാം ഉണ്ടായത്. ഒന്നുമില്ലാതല്ല, ഒരു ബ്രഹ്മമുണ്ട്, അതിന് രൂപവും ഭാവവും ഇല്ല, ഒരു ഗുണവുമില്ല. ആ ഗുണമില്ലാത്തതിൽ നിന്നാണ് ഈ ഗുണങ്ങളോടുകൂടിയ നമ്മളെല്ലാം ഉണ്ടായിട്ട് സൃഷ്ടി ചെയ്തിട്ട് പിന്നെ കൊണ്ടുപോയിട്ട് അതിനെ സംഹരിക്കുന്നത്. അങ്ങനെയുള്ള നിന്തിരുവടിയുടെ പ്രവർത്തനങ്ങളെ ആർക്കാണ് മനസ്സിലാക്കാൻ പറ്റുമോ പൂർണ്ണമായിട്ട്? ആ നിന്തിരുവടിക്ക് നമസ്കാരം. ഇനി 39. അനർത്ഥങ്ങൾ ചുമന്ന് നടക്കുന്ന ദേഹത്തിൽ നിന്ന് വിട്ടുമാറുവാനുള്ള വഴി അറിയാത്തവരായ ജനങ്ങൾ. അനർത്ഥങ്ങൾ ചുമന്ന് നടക്കുന്ന നമ്മളല്ല, ഈ ദേഹത്തില് അനർത്ഥങ്ങളാണ് ചുമന്നുകൊണ്ട് നടക്കുന്നത്. ജീവിതം തന്നെ സുഖിക്കാനൊന്നും പറ്റൂല. എപ്പോഴും കിട്ടിയാൽ കിട്ടി. എപ്പോഴും അനർത്ഥങ്ങളും ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും തന്നെയാണ്. അനർത്ഥങ്ങൾ ചുമന്ന് നടക്കുന്ന ദേഹത്തിൽ നിന്ന് വിട്ടുമാറുവാനുള്ള വഴി അറിയാത്ത മനുഷ്യർ. ഇതിൽ നിന്ന് വിട്ടുമാറാനുള്ള വഴി ആർക്കും, ഭൂരിപക്ഷം പേർക്കും അറിയില്ല. അങ്ങനെയുള്ള മനുഷ്യർക്ക് അങ്ങയുടെ ലീലാവതാരത്തിലൂടെ ഭദ്രദീപം തെളിയിക്കുന്നു. അങ്ങനെയുള്ള മനുഷ്യർക്ക് കഷ്ടപ്പാടുണ്ടാകുമ്പോൾ അങ്ങ് ഭദ്രദീപമായിട്ട്, അങ്ങയുടെ ലീലാവിലാസത്തിൻ്റെ ഭാഗമായിട്ട് ഭദ്രദീപം തെളിയിക്കും. ഇടയ്ക്ക് വന്നിട്ട് കഷ്ടപ്പെട്ടിട്ട് ദുരിതം അനുഭവിക്കുമ്പോൾ വന്നിട്ട് ഭദ്രദീപം തെളിച്ചു തരും. ആ നിന്തിരുവടിക്ക് നമസ്കാരം. എങ്കിലും മനുഷ്യരൂപം ധരിച്ച സാക്ഷാൽ പരബ്രഹ്മമായ നിന്തിരുവടിയുടെ ഭക്തനും, ഇതെല്ലാമാണ് കാര്യമെങ്കിലും മനുഷ്യരൂപം ധരിച്ച സാക്ഷാൽ പരബ്രഹ്മമായ നിന്തിരുവടിയുടെ ഭക്തനും പിതൃ സഹോദരിയുടെ പുത്രനുമായ യുധിഷ്ഠിര രാജാവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഞാൻ കേൾപ്പിക്കാം. എങ്കിലും അങ്ങേക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. എങ്കിലും എന്നോട് ചോദിച്ചതിലേക്ക് ഞാനെന്ത് പറയാം? നിന്തിരുവടിയുടെ ഭക്തനായ പിതൃ സഹോദരിയുടെ പുത്രനുമായ യുധിഷ്ഠിര രാജാവ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഞാൻ കേൾപ്പിക്കാം. അപ്പം ഇപ്പോഴത്തെ രാജ്യത്തിലെ കാര്യമാണ് കൃഷ്ണൻ അവിടെ ഇരുന്നുകൊണ്ട് തിരക്കുന്നത്. അപ്പം കൊളോണിയലിസത്തിന് ശേഷം ലോകം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അതിൽ യാദവ വംശം, അവിടെ ഒരു സുന്ദരമായ ലോകം കൃഷ്ണൻ ഉണ്ടാക്കി. എന്നിട്ട് അവിടെ ഇരുന്നു കൊണ്ട് ഇവിടുത്തെ കാര്യം തിരക്കിയാണ്. ഇപ്പോഴത്തെ ചൂതുകളിയുടെ ദേശത്തിലെ പാണ്ഡവരുടെ സുഖകാര്യങ്ങൾ അറിയണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറയുകയാണ്. ഇതെല്ലാം എവിടെ വെച്ചാണ്? ആ രാജസഭയിൽ വെച്ച്. കേൾപ്പിക്കാമെന്ന് പറഞ്ഞ് ഭഗവാനെ ആരാധിക്കാനായിട്ട് അദ്ദേഹം അവിടെ ഭഗവാനെ ആരാധിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം അപ്പം ഏത് മനസ്ഥിതി ഉള്ളവനാണ്? കൃഷ്ണന്റെ അതേ മനസ്ഥിതി ഉള്ളവനാണ് ധർമ്മപുത്രൻ. അദ്ദേഹം ഭഗവാനെ ആരാധിക്കാനായി ഭഗവാന് വേണ്ടിയാണ് അദ്ദേഹം രാജ്യം ഭരിക്കുന്നത്. എങ്ങനെ? മഹാസമ്പന്നതയെ ആഗ്രഹിക്കുന്ന മഹാരാജാവ്, അദ്ദേഹം മഹാസമ്പന്നതയെ ആഗ്രഹിക്കുകയാണ്. സമ്പത്ത്, ലോകത്തെ പുരോഗമിപ്പിക്കണമെന്നുള്ള ആഗ്രഹം അദ്ദേഹത്തിനുണ്ട്. പക്ഷെ എന്തിനു വേണ്ടിയാണ്? അങ്ങയുടെ ആരാധനയ്ക്ക് വേണ്ടി. അതായത് അദ്ദേഹം ലോകം സമ്പന്നമാകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ലോകത്തിലെ എല്ലാ ജനങ്ങളും കൂടിയതാണ് ആര്? ശ്രീഹരി. ആ വിരാട രൂപം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെ എല്ലാം കൂടിയതാണ് വിരാട രൂപം. അപ്പം അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൻ്റെ എല്ലാം കൂടിയ ജനങ്ങൾക്കുടെ ഉന്നമനത്തിന് വേണ്ടിയാണ്
അദ്ദേഹം എന്ത് ചെയ്യുന്ന രാജസൂയയജ്ഞം നടത്തുവാൻ പോകുന്നു. ഇപ്പം ലോക നന്മക്കായിക്കൊണ്ട് അദ്ദേഹം ഒരു രാജസൂയ യജ്ഞം നടത്തുവാൻ പോകുന്നു. അതിനെ നിൻ തിരുവടി അനുമോദിക്കണം. അവിടെ ഭഗവാനെ മാത്രം കാണുവാൻ ആഗ്രഹിക്കുന്ന രാജാക്കന്മാരും ദേവാദികളും വന്നു ചേരുന്നുണ്ട്. ഭഗവാനെ, അതായത് കൃഷ്ണനെ കാണണമെന്നുള്ള ആഗ്രഹം അവിടെയുള്ള ജനങ്ങൾക്ക് ഉണ്ട്. അവിടെ വരുന്ന രാജാക്കന്മാരെല്ലാം ആഗ്രഹിക്കുന്നുണ്ട്. ബ്രഹ്മസ്വരൂപനായ നിന്തിരുവടിയുടെ ശ്രദ്ധയും കീർത്തിയും ധ്യാനം കൊണ്ട് എല്ലാവരും വിശുദ്ധരായിത്തീരും. ബ്രഹ്മസ്വരൂപനായ നിന്തിരുവടിയുടെ ശ്രവണം, കീർത്തനം, ധ്യാനം കൊണ്ട് എല്ലാവരും വിശുദ്ധരായിത്തീരും. 43. അതായത് അങ്ങയുടെ കഥകൾ കേൾക്കുകയും അങ്ങയുടെ കീർത്തിയെപ്പറ്റി മനസ്സിലാക്കുകയും അങ്ങയെപ്പറ്റി ധ്യാനിക്കുകയും ചെയ്യുന്ന ആരും ചെയ്തു കഴിഞ്ഞാലും എല്ലാവരും വിശുദ്ധരായിത്തീരും. അതായത് അങ്ങയുടെ മാർഗം പിന്തുടരുന്നവരാരുണ്ടോ, അതാരാണ് യുധിഷ്ഠിരൻ, അവര് ഓൾറെഡി വിശുദ്ധരായിത്തീർന്നു. എന്നാൽ കണ്ടുകൊണ്ട് കാണുവാനുള്ള സ്ഥിതി പിന്നെ പറയേണ്ടതില്ലല്ലോ. എന്നാൽ അങ്ങ് നേരിട്ട് വരികയാണെങ്കിൽ കണ്ണുകൊണ്ട് കണ്ടു കഴിഞ്ഞാൽ പിന്നെയുള്ള വിശുദ്ധിനെ പറ്റി പറയേണ്ടതില്ലല്ലോ. അതുകൊണ്ട് അങ്ങ് അവിടെ വരണം എന്നാണ് ഈ നാരദൻ വന്ന് പറയുന്നത്. നിന്തിരുവടിയുടെ നിർമ്മലമായ കീർത്തി 3 ലോകങ്ങളിലും വിശുദ്ധിയെ ഉണ്ടാക്കുന്നു. നിന്തിരുവടിയുടെ പാദത്തിൽ നിന്നും ഉത്ഭവിക്കുന്നത് നിൻതിരുവടിയുടെ പാദത്തിൽ നിന്ന്. അപ്പൊ ആ നിൻതിരുവടി ഏതാണ്? പ്രപഞ്ചത്തിനും അപ്പുറം വ്യാപിച്ചു കിടക്കുന്ന ആ വിരാട് രൂപത്തിന്റെ പാദത്തിലാണ് എന്തുള്ളത്? ഈ ഭൂമിയും സ്വർഗവും പാതാളവും കിടക്കുന്നത്. അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളെ പറ്റി പറയുകയാണ്. സ്വർഗത്തിൽ മന്ദാകിനി. സ്വർഗം എന്ന് പറഞ്ഞാൽ 49 മരുത്തുക്കൾ കൂടിയ അതിലൂടെ ഒഴുകുന്ന നദി മന്ദാകിനിയാണ്. പിന്നെ പാതാളത്തിൽ ഭോഗനദിയാണ്. ആറ്റങ്ങളുടെ അകത്ത് ഒഴുകുന്ന ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിനെ വേണമെങ്കിൽ നമുക്ക് ഭോഗനദി, അതിലൂടെയാണ് ആറ്റങ്ങൾ കൂടിച്ചേർന്നിട്ട് ആ ഓർബിറ്റിലൂടെ ആറ്റങ്ങൾ വാലൻസ് ബോണ്ട് എന്ന് പറയും, വാലൻസ് ഓർബിറ്റ് എന്ന് പറയും. അതിലൂടെയാണ് ആറ്റങ്ങൾ കൂടിച്ചേർന്നിട്ട് ഭോഗവസ്തുക്കൾ ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഓർബിറ്റ്, അതാണ് ഭോഗനദി. ഭൂമിയിൽ ഒഴുകുന്ന ഗംഗാനദി, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ അങ്ങയുടെ പാദത്തിൽ നിന്ന് ഒഴുകുന്ന നദികൾ ഈ ലോകത്തെ എന്താക്കുന്നുണ്ട്? 3 ലോകത്തെയും പരിശുദ്ധമാക്കുന്നു. അപ്പോൾ 45 ശ്രീസുഖൻ പറയുകയാണ്, നാരദരുടെ വാക്ക് കേട്ട് അവിടെയുള്ള സ്വപക്ഷക്കാര്, ആ യോഗത്തിൽ വെച്ചാണല്ലോ പറഞ്ഞത്. അപ്പൊ അവിടെയുള്ള യാദവ പക്ഷക്കാര് നാരദന്റെ വാക്കുകൾ കേട്ട് ആ പക്ഷക്കാര് അപ്പൊ ആദ്യം സംസാരിച്ചിരുന്ന ആരാണ്? ദൂതനാണ്. ജരാസന്ധനെ കൊല്ലേണ്ട കാര്യം പറഞ്ഞത്, അത് രാജാവോട്. ഇപ്പോൾ നാരദന്റെ വാക്കുകളാണ് കേട്ടത്. അപ്പൊ ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന ആ പക്ഷക്കാര് അവരെല്ലാം ജരാസന്ധനെ ഏറ്റുമുട്ടാനുള്ള ഉത്സാഹത്തിൽ നാരദന്റെ സന്ദേശത്തെ കേൾക്കാതെ, അതിന് പ്രാധാന്യം കൊടുക്കാതെ, അപ്പൊ അവിടെ ഇരുന്ന ജനങ്ങൾ, അതായത് യാദവ ശ്രേഷ്ഠന്മാരെല്ലാം എന്നാൽ പിന്നെ ജരാസന്ധനെ ആദ്യം ഇല്ലാതാക്കണം എന്നുള്ള ഉത്സാഹത്തോടു കൂടി അവരെല്ലാം ഇറങ്ങി പുറപ്പെട്ടു. നാരദൻ പറഞ്ഞ ആടെ കിടക്കട്ടെ, അത് രാജസൂയല്ല, അപ്പുറത്തെ കാര്യം അത് പില്ല. അപ്പൊ ആദ്യം നമുക്ക് ഇത് ശരിയാക്കാമെന്നുള്ള പക്ഷത്തോടു കൂടി അവരെല്ലാം അതിനുവേണ്ടി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോകുന്ന കാര്യം കണക്കിലെടുക്കാതെ, ഇന്ദ്രപ്രസ്ഥത്തിലാണ് നാരദൻ പറഞ്ഞിരിക്കുന്ന, ഇന്ദ്രപ്രസ്ഥത്തിൽ രാജസൂയ യജ്ഞം നടത്താൻ പോവുകയാണ്, അവിടെ ഒന്ന് അങ്ങയുടെ പാദസ്പർശം ഉണ്ടാകണം എന്ന് പറഞ്ഞപ്പോൾ അത് ഗൗരവത്തിലെടുക്കാതെ ശ്രീകൃഷ്ണൻ എന്ത് ചെയ്തു? മറ്റുള്ള ആ ജരാസന്ധനെ
കൊല്ലുവാനുള്ള തയ്യാറെടുപ്പിലാണ് അവരെല്ലാം താല്പര്യം പ്രകടിപ്പിച്ചത്. അപ്പോൾ ശ്രീകൃഷ്ണൻ പുഞ്ചിരി തൂക്കിക്കൊണ്ട് ഉദ്ധവരോട് പറഞ്ഞു. അപ്പം കൃഷ്ണൻ ഒറ്റക്കൊരു തീരുമാനമൊന്നും എടുക്കില്ല. നമ്മളീ പറയാം അങ്ങനത്തെ രാജാക്കന്മാർ ഏകാധിപതികളാണെന്ന്. പക്ഷേ അവർ ഏകാധിപതിയല്ല, അവിടെ താഴ്ചവെച്ചിട്ടാണ് അഭിപ്രായങ്ങൾ എടുക്കുക. കൃഷ്ണൻ അറിയാത്ത കാര്യമില്ലല്ലോ. എന്നിട്ടോ ഉദ്ധവരോട് ചോദിച്ചു, താങ്കളാണല്ലോ നമ്മുടെ നേത്രം, എൻ്റെ കണ്ണ് അങ്ങാണ്. അപ്പോൾ ഉദ്ധവരിലൂടെയാണ് അദ്ദേഹം കാണേണ്ടതെല്ലാം കാണുന്നത്. അതേപോലെ ആലോചിച്ചെടുക്കേണ്ട ആളും അങ്ങിലൂടെയാണ് എല്ലാം ഞാൻ ആലോചിച്ച് എടുക്കുന്നത്. സ്നേഹിതനുമാണ്. താങ്കൾ തന്നെ ഇവിടെ ചെയ്യേണ്ടത് വ്യക്തമാക്കി പറഞ്ഞു തന്നാലും. അപ്പോൾ താങ്കൾ പറയുക, ഞാനിപ്പോൾ ഇത് ഏതാണ് ആദ്യം ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഞാൻ ചെയ്യേണ്ടത്, ആദ്യം ഏതാണ് ചെയ്യേണ്ടത് എന്നീ കാര്യങ്ങൾ അങ്ങ് തന്നെ വിസ്തരിച്ച് പ്രതിപാദിച്ചു കൊള്ളണം. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, രാജ്യസഭയിൽ പലവരും പല ആവശ്യങ്ങളും ഉന്നയിക്കും. അപ്പം ഏതിലും മുൻതൂക്കം കൊടുക്കണം, ഇതെല്ലാം തീരുമാനിക്കുന്നത് ആരാണ്? ഇന്ദ്രൻ എന്ന് പറയുന്നത്. ദൂതനെ മനസ്സിലായല്ലോ. ഒരു രാജ്യസഭയിൽ പലവരും നാട്ടിലെ പ്രശ്നങ്ങൾ പറയും. അതിൽ ഏതിന് പ്രിഫറൻസ് കൊടുക്കണം? കൃഷ്ണന് സ്വയം എടുക്കാൻ പറ്റും, പക്ഷേ കൃഷ്ണൻ അത് ചെയ്യാൻ പാടില്ല. ഭരണാധികാരികൾ ഡിസ്കസ് ചെയ്തിട്ട് ചെയ്യണം. അപ്പോൾ പിന്നെ വരുന്നത് നാരദനാണ്. നാരദനാണെന്ന് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു വിഷയം ഉണ്ടാകുമ്പോൾ പല ചിന്താഗതികൾ നമ്മുടെ മനസ്സിൽ വരും. ഇപ്പം ഗൾഫിലേക്ക് പോകണമെന്ന് ചോദിക്കുമ്പോൾ 1,00,000 ഉറുപ്പ്യ കൊടുത്താൽ ഞാൻ ഗൾഫിൽ കൊണ്ടുപോകാമെന്ന് ഒരാൾ പറയുകയാണെങ്കിൽ നമ്മൾ ആലോചിക്കും, ഇവൻ ഈ 1,00,000 കൊണ്ട് കടന്നു കളയോ, കൊടുക്കണോ വേണ്ടേ? ഇങ്ങനെയെല്ലാം ഉള്ളൊരു തീരുമാനം വരുമ്പോൾ ആകെ സംഘർഷത്തിലായിരിക്കും. പിന്നെ ഏതിലാണ് നമ്മൾ പ്രവർത്തിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണോ നമ്മളെ ഭാവി, എങ്ങനെയാണോ നമ്മൾ പോകേണ്ടത്, അതെല്ലാം കാലമാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആ ജോലിയാണ് നാരദൻ ചെയ്യുന്നത്. നാരദൻ വന്നിട്ട് പറയും, നീ അങ്ങോട്ടേക്ക് പോകും. അപ്പം അതിനനുസരിച്ചാണ് അവസാനം നമ്മൾ തീരുമാനം എടുക്കുന്നത്. നമ്മളെ അവസാനം പല ആശയങ്ങളും നമ്മുടെ മനസ്സിൽ വരും. എങ്ങോട്ട് പോകണമെന്ന് കാലം പ്ലാൻ ചെയ്ത ആ വഴിക്കാണ് നമ്മൾ പോവുക. അതാണ് നാരദനാണ് അതിനെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നാരദൻ ബ്രഹ്മാവ് തൊട്ട് എല്ലാവരെയും എന്ത് ചെയ്യണം. ഇപ്പം കൃഷ്ണൻ പറയുകയാണ്, എനിക്കൊരാശയക്കുഴപ്പം. ഒന്ന്, രാജശൂയ യജ്ഞത്തിലേക്ക് പോകണം. ഇവിടെ നാരദൻ പറയുന്നത് നാരദൻ പറഞ്ഞത് രാജസൂയ യജ്ഞത്തിലേക്ക് പോകാനാണ്. ഒരു ദൂതൻ വന്ന് പറഞ്ഞത് ആ ജരാസന്ധനെ നിന്നും രാജാക്കന്മാരെ രക്ഷിക്കാണ്. ഏതെടുക്കണം എന്നുള്ള ആശയക്കുഴപ്പമുണ്ടായി. ഇതിൽ നാരദൻ്റെ വഴിയിലോട്ട് തന്നെയാണ് പോവുക. പക്ഷേ അവിടെ ആലോചിച്ചിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കാനാണ് ഉദ്ധവരോട് പറയുന്നത്. അപ്പോൾ 47 പറയുകയാണ്, എല്ലാം അറിയുന്നവരെങ്കിലും. അപ്പം കൃഷ്ണൻ എല്ലാം അറിയുന്നവനാണ്. അപ്പോൾ ഏകാധിപതിയായിട്ട് സ്വയം അങ്ങ് തീരുമാനം എടുക്കില്ല. അതാണ് ഇത്തരം ഭരണത്തിൻ്റെ പ്രത്യേകത നമ്മൾ പറയുന്നത്. നമ്മളിവിടെ ഇരുന്നിട്ട് പറയും, ആ പുട്ടിനല്ല ഏകാധിപതിയാണ്, അവിടെ അദ്ദേഹം തോന്നുന്ന മാതിരി ചെയ്യുക. അതെല്ലാം ചുമ്മാ ഉള്ള ധാരണയാണ്. പുട്ടൻ ചെയ്യുന്നത് അവിടെയുള്ളവർ ഡിസ്കസ് ചെയ്തിട്ടാണ്. ഇവിടെ കൃഷ്ണനെ സ്വയം തീരുമാനിക്കാൻ അറിയാത്ത കക്ഷിയല്ല. എന്നിട്ടും അപ്പം എല്ലാം അറിയുന്നവനായിട്ടും കൃഷ്ണൻ ഈ വിധം അറിവില്ലാത്തവനെ പോലെ ചോദിച്ചപ്പോൾ കൃഷ്ണൻ അറിയാതെ പോലെ ചോദിക്കുകയാണ് ഇവരോട്. എന്നിട്ട് ഉദ്ധവർ ആ ആജ്ഞയെ, അത് രാജാവിൻ്റെ ആജ്ഞയാണ്, ശിരസ വഹിച്ചുകൊണ്ട് എന്ത് ചെയ്തു? ചിരിച്ചുകൊണ്ട് അത് ശിരസ വഹിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. എന്താണ് പറഞ്ഞതെന്ന് അടുത്തതിൽ കാണാം. അപ്പം നാരദൻ പറയുന്ന വഴി പോകണം, ഉദ്ധവർ പറയുന്നത് പോകണം. നമുക്കറിയാം, നാരദൻ പറഞ്ഞ വഴിയിലൂടെയാണ്, നാരദനാണ് ഗൈഡ് ചെയ്യുന്നത്, ആ വഴിയിലൂടെയാണ് പോവുക. ഇവിടെ ചെറിയ മറ്റുള്ളതും കൂടി എല്ലാം എടുത്തുകൊണ്ടുള്ള കാലം തീരുമാനിച്ച വഴിയിലൂടെ തന്നെയാണ് പോകാൻ പോകുന്നത്. അപ്പോൾ ഉദ്ധവരുടെ അഭിപ്രായം ചേർക്കുന്നു. അപ്പോൾ ഇവിടെ പറയുകയാണ്,
അടുത്ത അധ്യായത്തിൽ. അപ്പോൾ ഇതിലൂടെ പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? നാരദൻ ആരാണെന്ന് പറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ മനസ്സിൽ പലതരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഏത് വഴിക്ക് പോകണമെന്ന് ആശങ്കയുണ്ടാകുമ്പോൾ നമ്മളെ മുന്നോട്ടേക്ക് നയിക്കാൻ ഇന്ന വഴിയിലൂടെ പോകൂ എന്ന് അവസാനം എത്തുന്ന തീരുമാനത്തെ പ്രേരിപ്പിക്കുന്ന ശക്തിയാണ് നാരദൻ. പക്ഷേ പല വിഷയങ്ങൾ ഇങ്ങനെ ആര് വന്നിട്ടുണ്ട്? ഒരു ദൂതൻ വന്നിട്ട് വേറെ വലിയൊരു പ്രശ്നം പറഞ്ഞിട്ടുണ്ട് അത്തരത്തിൽ. അതേസമയം ഇവിടെ എന്താണ് പറയുന്നത്? തർപ്പത്തിരിക്കുന്ന രാജാവിൻ്റെ സീറ്റ്, ആ ഭരണത്തിൻ്റെ, ഇപ്പം പുട്ടിനാണെന്ന് ഇരിക്കലും അവർക്കെല്ലാം ചെയ്യേണ്ട അറിയാമെങ്കിലും ചെയ്യാൻ പാടില്ല. എന്താ ചെയ്യുക? താഴെയുള്ള സഭയോടുകൂടി ആലോചിച്ചിട്ട് അവരെടുക്കുന്നത്. അവിടെ വാദിയും പ്രതിപക്ഷമൊന്നുമില്ല. ഓരോ ഇഷ്യൂ വരുമ്പോഴും അവർ ഇരുന്ന് ആലോചിക്കുന്നു, എല്ലാവരും കൂടി ആലോചിക്കുന്നു എന്ത് തീരുമാനമെടുക്കണം. അതായിരിക്കും ആ ഭരണാധികാരി ചെയ്യേണ്ടത്. അങ്ങനെയുള്ള ശൈലിയിലാണ് ഒരു കുടുംബത്തിൽ നടക്കുന്നത്. കുടുംബതലവൻ എപ്പോഴും പ്രായമായ കുടുംബതലവൻ പെട്ടെന്ന് തീരുമാനം എടുത്തുകൂടാ. അവരെല്ലാവരോടും കൂടി ആലോചിച്ചിട്ട് അങ്ങേരൊരു തീരുമാനം. അങ്ങേർക്ക് അത്രയേ സ്ഥാനമുണ്ട്, വലിയ സ്ഥാനം. തീരുമാനം എടുക്കുന്ന അവർ തന്നെയാണ്. പക്ഷേ എല്ലാവരുടെയും ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അതിൽ ആലോചിച്ചിട്ടാണ് തീരുമാനമെടുക്കുക. ഇങ്ങനെയാണ് ഒരു രാജ്യത്തിൻ്റെ ഭരണം പോകേണ്ടത്. അതുതന്നെയാണ് വസുദേവ കുടുംബം. ആ രാജ്യസദസ്സിൽ ഇങ്ങനെയാണ് കാര്യങ്ങൾ പോവുക. നമുക്ക് തോന്നുമ്പോൾ അത് ഏകാധിപതിയാണെന്നെല്ലാം തോന്നും.